السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. قال رسول الله صلى الله عليه وسلم: اتقوا الله حيثما كنتم. സ്റ്റേജിലിരിക്കുന്ന ഈ ആദർശ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെ, സുദീർഘമായി നമ്മോട് സംസാരിച്ച മൗലവി സുഹൈർ ചുങ്കത്തറ, സദസ്സിലിരിക്കുന്ന ജ്യേഷ്ഠന്മാരെ, ഉപ്പ ഉമ്മമാരെ, അനുജന്മാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് പോവാൻ ആഗ്രഹിക്കുന്ന നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളാണ് രാവിലെ മുതൽ ഇത്രയും സമയം നമ്മൾ കേട്ടിരിക്കുന്നത്. കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് പോകാൻ ഓരോ വ്യക്തികളും സ്വർഗത്തിലേക്ക് വേണ്ടി പരിശ്രമിക്കുക എന്ന് തന്നെയാണ് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുദീർഘമല്ലാത്ത ഒരു സമയമെടുത്തുകൊണ്ട് നാം നമ്മെക്കുറിച്ചും നമുക്ക് തിരിച്ചു ചെല്ലാനുള്ള സങ്കേതങ്ങളെക്കുറിച്ചും മരണാനന്തരം നമുക്ക് ചെല്ലാനുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ചും ആ സാഹചര്യത്തിൽ ഏറ്റവും നന്മയോടുകൂടി രക്ഷപ്പെടാനുള്ള മാർഗത്തെക്കുറിച്ചും പറയുക എന്നതാണ് ഈ കുടുംബത്തെ സ്വർഗത്തിലേക്ക് നയിക്കാൻ, ഈ സമുദായത്തെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കാൻ, സംസാരിക്കുന്ന എന്നെയും നിങ്ങളെയും സ്വർഗലോകത്തേക്ക് വഴി നടത്താൻ പ്രയോജനമാവുക എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എവിടെ നിന്ന് ആരംഭിക്കണം കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് പോവാൻ ആഗ്രഹിക്കുന്ന ഒരു മുസ്ലിമിന്റെ പഠനം? എവിടെ നിന്ന് ആരംഭിക്കണം? മൗലവി സുഹൈർ ചുങ്കത്തറ സുദീർഘമായ സംസാരത്തിനിടയിൽ ഇതിലേക്ക് വെളിച്ചം വീശുന്ന പലതും പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. സുന്നത്തും ബിദ്അത്തുമായാലും തൗഹീദിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ ചർച്ച ചെയ്താലും മനുഷ്യന്റെ മനസ്സുകളിലേക്ക് കയറിക്കൂടിയിരിക്കുന്ന അന്ധവിശ്വാസങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള സംസാരങ്ങളുമൊക്കെ സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനാണ്. അല്ലാഹു ഉന്നതമായ സ്ഥാനത്ത് നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ.
വിവാഹം കഴിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഇണയായി വരുന്ന ഈ സഹോദരിയും ഈ സ്ത്രീയും എൻ്റെ ഭർത്താവായി കടന്നു വരുന്ന ഈ പുരുഷനും ഞങ്ങൾ രണ്ടുപേരും ചേർന്നതാണല്ലോ ഒരു കുടുംബജീവിതത്തിലെ പങ്കാളികൾ. ഇതിലൂടെ പടച്ച തമ്പുരാൻ ഇനി നമുക്ക് നൽകാനിരിക്കുന്ന മക്കളും, എനിക്ക് ജന്മം നൽകിയത് റബ്ബാണെങ്കിലും കാരണക്കാരനാക്കി മാറ്റിയ എൻ്റെ പിതാവും, ഗർഭപാത്രം അതിനുവേണ്ടി ഒരുക്കിയ അതിൻ്റെ ഉടമസ്ഥയാകുന്ന എൻ്റെ മാതാവും, ആ ഉമ്മയിലൂടെ ഈ ഭൂതലത്തിലേക്ക് ജനിച്ചു വീണ എൻ്റെ ജേഷ്ഠാനുജന്മാരും സഹോദരിമാരുമൊക്കെ, അവരൊക്കെ റബ്ബൊരുക്കിയ ആകാശഭൂമിയോളം വിശാലമായ ആ സ്വർഗലോകത്ത് ഉണ്ടാകണമെന്ന് കൊതിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, അങ്ങനെ നമ്മുടെ മനസ്സ് ശബ്ദിക്കുന്നത്, സംസാരിക്കുന്നത് ഏറ്റവും വലിയൊരു നന്മയായി നാം രേഖപ്പെടുത്തണം. എൻ്റെ അനുജൻ നരകത്തിൽ പോകരുത്, സ്വർഗത്തിലെത്തണം. എൻ്റെ ഭാര്യ നരകത്തിൽ പോകരുത്, അവൾ സ്വർഗത്തിലെത്തണം. എനിക്കൊരുപാട് സ്നേഹം തന്ന എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരിക്കലും നരകത്തിലെത്തരുത്, സ്വർഗത്തിലെത്തണം എന്ന് കൊതിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. ഇവിടെയാണ് ചില സംസാരങ്ങൾ നമുക്ക് നടത്താനുള്ളത്. വിവാഹമെന്ന് പറയുമ്പോൾ തന്നെ ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഒരുപാട് അനുമോദനങ്ങളുടെയും ഒക്കെ ഒരു വേദിയായി നമ്മുടെ മനസ്സിലേക്ക് ഓടി വരാറുണ്ട്. കുടുംബജീവിതത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് കടന്നു പോകാനല്ല ഞാനിത് പറയുന്നത്. കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് പോകാൻ എൻ്റെ ഭാര്യ മുസ്ലിമത്താകണ്ടേ, എൻ്റെ ഭാര്യ മുക്മിനത്താകണ്ടേ, എൻ്റെ മക്കൾ മുക്മിനീങ്ങളും മുക്മിനാത്തുകളുമായി മാറണ്ടേ, എൻ്റെ മക്കളോട് അത്തരത്തിലുള്ള ഉപദേശം കൊടുക്കുന്ന ഒരാളായി ആ ഗ്രഹനാഥൻ എന്ന നിലയ്ക്ക് ഞാൻ മാറണ്ടേ, എൻ്റെ അയൽവാസികൾക്കും എൻ്റെ കുടുംബത്തിലെ അംഗങ്ങൾക്കും മാതൃകയായി ഞാൻ ജീവിക്കണ്ടേ. അങ്ങനെ എൻ്റെ കുടുംബത്തിലെ ഉമ്മയും വാപ്പയും ജേഷ്ഠാനുജന്മാരും ഭാര്യയും മക്കളുമൊക്കെ റബ്ബ് ഏറ്റവും നന്നായ രൂപത്തിൽ സ്വീകരിക്കുന്ന ആളുകളായി മാറുമ്പോഴാണ് സത്യത്തിൽ നമ്മൾ കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് എത്തുന്നത്. എല്ലാവരും കൊതിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. സമയത്തിൻ്റെ സമയത്തെ നമുക്ക് സമയം അതിന് അനുവദിച്ചു തരികയാണെങ്കിൽ സുദീർഘമല്ലെങ്കിലും ചില വിശദീകരണങ്ങൾ നമുക്ക് നൽകാവുന്നതാണ്. ഈ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന ഓരോ ആളുകളും ചിന്തിക്കുക, ഞാൻ എൻ്റെ വിവാഹ സമയത്ത് ഈ സഹോദരിയെ, ഈ സ്ത്രീയെ ഞാൻ എൻ്റെ ഇണയായി തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടിയ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുക്മിനത്താണ്, പടച്ച തമ്പുരാനെ പേടിക്കുന്ന മുഖലിസത്തായ ഒരു പെണ്ണാണ്, പടച്ചവനെ ഓർക്കുന്ന, സ്മരിക്കുന്ന, അള്ളാഹുവിനെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന, നല്ല തഖ്വയുള്ള, ഇഖ്ലാസുള്ള, ഈമാനുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ കല്യാണം കഴിക്കുന്നത് എന്ന് ആലോചിച്ചവരാണോ നമ്മൾ? വരാനിരിക്കുന്ന സാമ്പത്തികമായ ലാഭങ്ങളെ കുറിച്ച് ആലോചിച്ച്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകളെ കുറിച്ച് ആലോചിച്ച് മുന്നോട്ട് പോയവരാണോ? ഈ ദുനിയാവിൽ ഒരു മനുഷ്യന് 3 കാര്യങ്ങൾ ലഭിച്ചാൽ പിന്നെ അവൻ ഞാൻ ദൗർഭാഗ്യവാനാണ് എന്ന് പറയാൻ പാടില്ല, അല്ലെങ്കിലും പറയാൻ പാടില്ല. സൗഭാഗ്യം ലഭിച്ചവനാണ് അവൻ. പിന്നെ 3 കാര്യം അവന് ലഭിച്ചാൽ അവൻ ഭാഗ്യം ലഭിച്ചവനാണ്, സൗഭാഗ്യം ലഭിച്ചവനാണ്. ഏതാണ് ആ 3 കാര്യം? ഏതാണ് ആ 3 കാര്യം? ആ 3 കാര്യങ്ങളിൽ ഒന്നാമതായി എണ്ണിയത് എന്തായിരുന്നു? നമ്മുടെ നേതാവ് ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, ഈ ദുനിയാവിൽ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങൾ സൗഭാഗ്യവാന്മാരാണ്. അതിലൊന്ന് മർഅത്തുൻ സ്വാലിഹ, സ്വാലിഹത്തായ ഒരു പെണ്ണ് നമ്മുടെ ഭാര്യയായി. ഭാര്യ എന്ന പദപ്രയോഗം ഇസ്ലാം അനുവദിക്കുന്നില്ല എങ്കിലും അങ്ങനെയാണല്ലോ ലോകം പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമുക്കങ്ങനെ പറയാം. അങ്ങനെയുള്ള ഒരു പെണ്ണായിരിക്കണം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സഹധർമ്മിണി. അങ്ങനെയാണോ? ഭംഗി മാത്രം പരിശോധിക്കുന്നവർ, ഭംഗി മാത്രം പരിഗണിക്കുന്നവർ,
തറവാടിന്റെ മഹിമ മാത്രം പരിഗണിക്കുന്നവർ, സാമ്പത്തികമായ ബാക്ക്ഗ്രൗണ്ടുകൾ മാത്രം പരിഗണിക്കുന്നവർ, ദീനിനും മതചിട്ടക്കും അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിക്കുമൊന്നും ഒരു സ്ഥാനവും കൽപ്പിക്കാത്തവർ, അങ്ങനെയുള്ള ഒരു പുരുഷന് അള്ളാഹുവിന്റെ സ്വർഗ കവാടത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമോ? അത്തരത്തിൽ ചിന്ത തന്നെയാണ് ഈ കടന്നു വരുന്ന പെണ്ണിന്റെ വീട്ടുകാർക്കുള്ളതെങ്കിൽ അവർക്ക് സ്വർഗലോകത്തിന്റെ കവാടത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമോ? നിക്കാഹിന്റെ വേളയിലൊക്കെ കേൾക്കുന്ന ഒരു ഹദീസുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പെണ്ണ് 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിക്കാഹ് ചെയ്യപ്പെടാറുള്ളത്. ഇങ്ങനെയാണ് ലോകത്ത് കല്യാണം നടക്കേണ്ടത് എന്നല്ല, ഇങ്ങനെയാണ് ലോകത്ത് കല്യാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. തുൻകഹുൽ മർഅ ലി അർബഇൻ, 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പെണ്ണ് വിവാഹം ചെയ്യപ്പെടാറുള്ളത്. ഇത് ഇസ്ലാമിന്റെ ശൈലിയാണെന്നോ മാർഗമാണെന്നോ അങ്ങനെയാണ് ആവേണ്ടത് എന്നോ അല്ല ഈ പഠിപ്പിച്ചതിന്റെ അർത്ഥം. ഒന്നാമതായി പരിഗണിക്കുന്നത് ചില ആളുകൾ ആ സ്ത്രീയുടെ ജമാലാണ്, സൗന്ദര്യമാണ്. ചില മനുഷ്യന്മാർ പരിഗണിക്കുന്നത് അവരുടെ മാലാകുന്നു, സമ്പത്താകുന്നു. മറ്റു ചിലർ പരിഗണിക്കുന്നത് നല്ല കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ ഈ കതിരൂർ പ്രദേശത്ത് അറിയപ്പെടുന്ന കുടുംബമാണ്, തലശ്ശേരിയിൽ അറിയപ്പെടുന്ന കുടുംബമാണ്, കണ്ണൂർ ജില്ലയിൽ അറിയപ്പെടുന്ന കുടുംബമാണ്, കേരളത്തിൽ അറിയപ്പെടുന്ന കുടുംബമാണ്. കുടുംബത്തിന്റെ മഹിമയാണ് ചില ആളുകൾ പരിഗണിക്കുന്നത്. ചില മനുഷ്യന്മാർ പരിഗണിക്കുന്നത് ദീനാകുന്നു, മതമാകുന്നു. എന്നിട്ട് നമ്മുടെ നേതാവ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൾഫർ ബിദാത്തി ദീൻ തരിബത്ത് യദാക. നിന്റെ കയ്യിൽ മണ്ണ് പുരട്ടേണ്ടി വന്നാലും, നിന്റെ കൈ മണ്ണിൽ വെക്കേണ്ടി വന്നാലും, നീ കൂലിപ്പണി എടുക്കേണ്ടി വന്നാലും, കൂലിവേല ചെയ്യേണ്ടി വന്നാലും, നിനക്ക് നല്ലത് നീ തെരഞ്ഞെടുക്കേണ്ടത്, നീ സെലക്ട് ചെയ്യേണ്ടത് ദീനുള്ള പെണ്ണിനെയാണ്. ഈ സഹോദരിയെ കല്യാണം കഴിച്ചാൽ ചിലപ്പോൾ ഇവിടുത്തെ ഈ നൈമിഷികമായ ജീവിതത്തിൽ സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കുവാനുള്ള സാമ്പത്തികമായ സെറ്റപ്പോടുകൂടിയുള്ള കുടുംബമാണ്. അതുകൊണ്ട് തന്നെ ആ സഹോദരിയെ തെരഞ്ഞെടുക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ അവളുടെ ദീന് പ്രശ്നമാക്കുന്നില്ല, അവളുടെ സംസ്കാരം പ്രശ്നമാക്കുന്നില്ല, അവളുടെ ദീനി ബന്ധം പ്രശ്നമാക്കുന്നില്ല. മറിച്ച് പണവും ആ പേരും പ്രശസ്തിയുമാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ കുടുംബം സ്വർഗത്തിലേക്ക് പോകുമോ ഇല്ലയോ? മാറാത്ത കലകൾ സമ്മാനിക്കുന്ന ഒരു ചൊറി സഹോദര നിന്റെ ജീവിതത്തിൽ, സഹോദരി നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന് ഒട്ടനവധി ലക്ഷങ്ങൾ അതിനുവേണ്ടി ചിലവഴിച്ച്, 10,000 ചിലവഴിച്ച്, ചിലപ്പോൾ 1000 ചിലവഴിച്ച് വിദഗ്ധന്മാരായ ഡോക്ടർമാരുടെ സഹായത്തോടുകൂടി ആ ചൊറിയ ഇല്ലായ്മ ചെയ്തു. പക്ഷേ അതിന്റെ പാടുകൾ മാഞ്ഞുപോയിട്ടില്ല. നാം സങ്കല്പിച്ച എല്ലാ സൗന്ദര്യവും ഒരു 15 ദിവസം നീണ്ടുനിന്ന ഒരു രോഗത്തിലൂടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആർക്ക് തിരിച്ചു തരാൻ സാധിക്കും ആ സൗന്ദര്യം? നാം കണ്ട തറവാടും അവരുടെ സാമ്പത്തികമായ എല്ലാ സെറ്റപ്പും സൗകര്യങ്ങളും ചിലപ്പോൾ ഒരു കാലവിപത്ത് കടന്നു വന്നാൽ തകർന്ന് തരിപ്പണമായി പോയേക്കാം. ഒരാൾക്കും പിടിച്ചു വെക്കാനാവാതെ അത് തകർന്ന് ആ മനുഷ്യൻ ചിലപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ടവനായി മാറിയേക്കാം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആർക്ക് പിടിച്ചു വെക്കാൻ പറ്റും ഈ സംവിധാനങ്ങളെ, ഈ സാഹചര്യങ്ങളെ, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളെ? എന്നാൽ കാലവിപത്തുകൾക്ക് തകർക്കാനാവാത്ത, അതെ ഈ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തരത്തിലുള്ള വിപത്തുകൾക്കും തകർക്കാനാവാത്ത മാനസികമായ ഒരു സൗന്ദര്യം, അല്ലേ, മാനസികമായ ഒരു കരുത്ത്, അത് ലഭിക്കുക ഈമാനിക ആവേശത്തോടു കൂടി മാത്രമായിരിക്കും. അതുകൊണ്ടാണ് ദീന് നിങ്ങൾ സെലക്ട് ചെയ്യണം, തെരഞ്ഞെടുക്കണമെന്ന് നമ്മുടെ നേതാവ് പ്രത്യേകമായി ഉണർത്താനുള്ള കാരണം. ഞാൻ പറഞ്ഞത് ചുരുക്കം, കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് പോവാൻ ആഗ്രഹിക്കുന്ന ഒരു ഉമ്മ, ഒരു വാപ്പ, ഒരു പിതാവ്, ഒരു മാതാവ്, മക്കൾ, ഈ പ്രായത്തിലിരിക്കുന്ന ചെറുപ്പക്കാരായ ആളുകൾ ആലോചിക്കേണ്ടത്, ഞാൻ ഈ ചിന്ത തുടങ്ങേണ്ടത് എൻ്റെ വിവാഹ സമയം മുതൽ, അതിനു മുമ്പ് വേണ്ട എന്നല്ല. ഒരു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ
ജീവിതത്തിൽ ഒരുപാട് സ്വാധീനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സഹോദരിയാണ് എൻ്റെ ഭാര്യയായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അവിടെ കുറിച്ച് ചിന്തിക്കണം. ജീവിതത്തിലെ ഒരുപാട് മനുഷ്യരുടെ ടേണിംഗ് പോയിന്റുകൾ വിവാഹമായിരുന്നു. ആ മനുഷ്യൻ മോശമാകാൻ കാരണം ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഇവൾക്ക് പങ്കുണ്ട്. അവളുടെ ജീവിതം മോശമാകാൻ കാരണം ഈ മനുഷ്യന് പങ്കുണ്ട്. ആ കുടുംബത്തിന് പങ്കുണ്ട്. പെൺവീട്ടുകാർക്ക് പങ്കുണ്ട്, ആൺവീട്ടുകാർക്ക് പങ്കുണ്ട്. അതുകൊണ്ട് നല്ല ഒരു വീക്ഷണത്തോടു കൂടി ആയിരിക്കണം അങ്ങോട്ട് കാലെടുത്ത് വെക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. എന്തിനാണ് വിവാഹം എന്ന് പഠിപ്പിക്കുന്ന സ്ഥലത്ത് ഖുർആൻ കൃത്യമായി വിശദീകരിച്ചതാണ്. നിങ്ങൾക്ക് സമാധാനം ലഭിക്കാൻ. എവിടെയാണ് സമാധാനം ലഭിക്കുക? എന്ത് പ്രശ്നങ്ങൾ കടന്നു വന്നാലും ഒന്നാമത്തെ കുട്ടിക്ക് മാനസികമായ രോഗം, രണ്ടാമത്തെ കുട്ടിക്ക് അംഗവൈകല്യങ്ങൾ, മൂന്നാമത്തെ കുട്ടിക്ക് മറ്റേതോ ഒരു രോഗം. പക്ഷെ ഈമാനുള്ള ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന ആ കുട്ടികളുടെ ഉമ്മക്കും ഉപ്പക്കും മനസ്സ് പതറിപ്പോകില്ല. ഇവിടെ നേരത്തെ മൗലവി വിശദീകരിച്ചതുപോലെ റബ്ബിന് ഇഷ്ടമില്ലാത്ത റൂട്ടിലേക്ക് അവൻ കടന്നു പോകില്ല. ഈ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പ്രയാസങ്ങളും എല്ലാം ഞാൻ അനുഭവിച്ചാലും എൻ്റെ ഈ പിഞ്ചു മക്കളെയും കൊണ്ട് നാളെ സ്വർഗത്തിലെത്തണം. അള്ളാഹു അവർക്ക് ആയുസ് നൽകുകയാണെങ്കിൽ അവർക്കും അവരിലൂടെ ഉണ്ടാകുന്ന മക്കൾക്കുമൊക്കെ സ്വർഗം ലഭിക്കണം. അതിന് ഞാൻ റബ്ബിന് ഇഷ്ടമില്ലാത്ത റൂട്ടിലേക്ക് പോവാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, നോക്കാൻ പാടില്ല, കേൾക്കാൻ പാടില്ല, ചിന്തിക്കാൻ പാടില്ല എന്നാലോചിക്കുന്ന കുടുംബമാണോ നമ്മൾ? ഒന്നാമത്തെ കുട്ടിക്കൊരു രോഗം വന്ന് രണ്ടാമത്തെ കുട്ടിക്കും മൂന്നാമത്തെ കുട്ടിക്കും രോഗങ്ങൾ ഒരു പരീക്ഷണമായി വന്നാൽ നമ്മുടെ ഈമാൻ പതറിപ്പോവുകയാണ്. പലരുടെയും മന്ത്രങ്ങൾ കേട്ടുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത റൂട്ടിലേക്ക് നടന്നു പോവാൻ ഈ സഹോദരനോ സഹോദരിയോ തയ്യാറാവുകയാണ്. എൻ്റെ മക്കളെ കൊണ്ട് റബ്ബ് പരീക്ഷിക്കുമെന്ന ആ ചിന്ത മനസ്സിൽ നിന്ന് ഇല്ലായ്മയാവുകയാണ്. അല്ലേ? മയസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനത്ത്. ഒരു വിശ്വാസിനിയായ പെണ്ണിനെ കൊണ്ടും വിശ്വാസിയായ ആണിനെ കൊണ്ടും അള്ളാഹു പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. ഏതൊക്കെ വിഷയത്തിൽ? ഫീ വലദിഹി വമാലിഹി വനഫ്സിഹി. അവന്റെ ശരീരം കൊണ്ട്, അവന്റെ മക്കളെ കൊണ്ട്, അവന്റെ സമ്പത്ത് കൊണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങളുടെ ഭാര്യമാരിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, നിങ്ങളുടെ മക്കളിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. നോഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് പോവാൻ ആഗ്രഹിച്ച പ്രവാചകനാണ്. സാധ്യമായിട്ടില്ല. ആഗ്രഹിക്കുവാനും കൊതിക്കുവാനും എല്ലാവർക്കും പറ്റും. പക്ഷേ സാക്ഷാത്കരിക്കുവാനുള്ള മാർഗങ്ങൾ നമ്മൾ അവലംബിക്കേണ്ടതുണ്ട്, പ്രവർത്തിക്കേണ്ടതുണ്ട്. എന്നാൽ പോലും അള്ളാഹുവിന്റെ തീരുമാനമല്ലേ ഏറ്റവും വലുത്? പടച്ചവൻ അറിയുമല്ലോ, എൻ്റെ മക്കളിൽ 5 പേരിൽ 4 പേരും ഹിദായത്ത് ലഭിച്ച് സന്മാർഗത്തിലൂടെ ചലിക്കുമ്പോൾ ഒരാൾ പിഴച്ചു പോകുമെന്ന് റബ്ബിന് മുൻകൂട്ടി അറിയാം. പക്ഷെ നമുക്കറിയില്ലല്ലോ. 4 മക്കളിൽ 4 പേരും ഭംഗിയായി ഇസ്ലാമിന്റെ കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് ഇപ്പോൾ നമുക്കറിയാത്ത, എന്നാൽ അള്ളാഹുവിന് മുൻകൂട്ടി അറിയുമല്ലോ. എല്ലാം അറിയുന്ന നാഥൻ, അല്ലേ? എല്ലാം അറിയുന്ന നാഥൻ, മയക്കമില്ലാത്ത, ക്ഷീണമില്ലാത്ത, തളർച്ചയില്ലാത്ത, ഉറക്കമില്ലാത്ത, ആദ്യമേ ഉള്ളവനായ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ ഒരു നാഥൻ. അവനറിയാം. പക്ഷെ പണിയെടുക്കേണ്ടത് ആരാണ്? നമ്മളാണ്. നാം ചെയ്തു തീർക്കേണ്ടതൊക്കെ ചെയ്തു തീർക്കണം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മകനോട് പറഞ്ഞു, കപ്പലിൽ കയറു മോനെ, നീ കപ്പലിൽ കയറ്, ഞാൻ ഏതെങ്കിലും സ്ഥലത്ത് പോയി രക്ഷപ്പെട്ടു കൊള്ളാമെന്ന് ഉപ്പയോട് വിളിച്ചു പറയുന്നു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മനസ്സിൽ സങ്കടമുണ്ടാകുന്നു. അല്ലാഹു തആല അതാ ദിവ്യബോധനമിറക്കുന്നു. അവൻ ഒരിക്കലും നിന്നിൽപ്പെട്ടവനല്ല, ലൈസ മിൻ അഹ്ലിക്, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല എന്ന് പടച്ച തമ്പുരാൻ നോഹിനോട് കൃത്യമായി മറുപടി കൊടുക്കുന്നു. നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. ആര്? നോഹ് നബിയുടെ രക്തത്തിലൂടെ ജനിച്ച മകൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല, ആദർശ കുടുംബത്തിൽപ്പെട്ടവനല്ല എന്നാണ് അർത്ഥം. മകനാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ആദർശപരമായ ഈ കുടുംബത്തിൽപ്പെട്ടവനല്ല നൂഹേ നിന്റെ മകൻ. അതുകൊണ്ട് വിട്ടേക്കവനെ. പരീക്ഷണങ്ങൾ വരുമ്പോൾ മക്കളിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകാം, ഭാര്യമാരിൽ പരീക്ഷണങ്ങൾ ഉണ്ടാവാം.
കല്യാണം എന്നത് ഒരു പരീക്ഷണമായി മാറാം, കുടുംബജീവിതം ഒരു പരീക്ഷണമായി മാറാം, മക്കളെ തരാതിരിക്കുന്നത് പരീക്ഷണമായി മാറാം. ഇപ്പോൾ വിശദീകരിക്കാൻ സമയമില്ല. ഖുർആൻ പറഞ്ഞു, ചില ആളുകൾക്ക് ഞാൻ ആൺകുട്ടികളെ മാത്രം നൽകും, ചില ആളുകൾക്ക് ഞാൻ പെൺകുട്ടികളെ മാത്രം നൽകും, ചില ആളുകൾക്ക് ഞാൻ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും സമ്മിശ്രമായി നൽകും, ചില ആളുകൾക്ക് ഞാൻ കുഞ്ഞുങ്ങളെ നൽകില്ല. വിവാഹം കഴിഞ്ഞ് 10 വർഷക്കാലമായി ഒരു കുഞ്ഞിക്കാലിന് ആഗ്രഹിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ അല്ലേ, ദമ്പതിമാർ. പക്ഷേ അള്ളാഹു കൊടുക്കുന്നില്ല. ട്രീറ്റ്മെന്റ് നമുക്ക് നടത്താവുന്നതാണ്, പ്രാർത്ഥന നമുക്ക് നടത്താവുന്നതാണ്. പക്ഷേ എന്റെ ശുക്ലത്തിന് അതിന് ഉള്ള കഴിവ്, എന്റെ ബീജത്തിന് അതിനുള്ള കഴിവ്, ഭാര്യയിൽ നിൽക്കുന്ന അണ്ടത്തിന് അതിനുള്ള കഴിവ്, അത് തമ്മിൽ സംയോജിക്കുവാനും യോജിക്കുവാനും ഗർഭപാത്രത്തിന്റെ ഉള്ളിലേക്ക് സഞ്ചരിക്കുവാനും അവിടെ ഒരട്ടയെ പോലെ പിടിച്ചു നിൽക്കുവാനും ചവച്ചരച്ച മാംസകഷ്ണം പോലെ ആയി മാറാനും പിന്നീട് മാംസങ്ങൾ നൽകി എല്ലുകൾ നൽകി അതിനെ ചുറ്റിപ്പൊതിഞ്ഞുകൊണ്ട് കൈകാലുകൾ കണ്ണുകൾ കാതുകൾ ഉള്ള ഈ അവയവങ്ങളോട് കൂടിയ ഒരു കുഞ്ഞായി മാറുവാനും നമുക്കതിൽ പങ്കുണ്ടോ? ഇല്ല, ഇല്ല. അതൊക്കെ റബ്ബ് നൽകേണ്ടതാണ്. നൽകില്ലെന്ന് റബ്ബ് തീരുമാനിച്ചാൽ ആരുണ്ട് തരാൻ? നൽകില്ലെന്ന് റബ്ബ് തീരുമാനിച്ചാൽ തരാൻ ആരാണുള്ളത്? വിശ്വഗ്രന്മാർക്ക് സാധ്യമാണോ? ഈ നാട്ടിലെ വിദഗ്ധന്മാരായ ഡോക്ടർമാർക്ക് സാധ്യമാണോ? അല്ല. അങ്ങനെ തന്നാൽ അതൊരു പരീക്ഷണമാണ്, തന്നിട്ടില്ലെങ്കിലും പരീക്ഷണമാണ്. സമ്പത്ത് ഇന്നും എച്ചിൽച്ചാലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന പാവങ്ങളുണ്ട് ഇല്ലേ? റെയിൽവേ സ്റ്റേഷനുകളിലൂടെ കടന്നു പോകുമ്പോൾ പട്ടികൾ കടിപിടി കൂടുന്ന സ്ഥലത്ത് നിന്ന് മനുഷ്യർ ഉപേക്ഷിച്ചു പോയ ഭക്ഷണം പട്ടികൾ കടിപിടി കൂടി കഴിക്കുന്ന സ്ഥലത്ത് നിന്ന് മനുഷ്യന്മാരും പിടിച്ചു വാങ്ങി തിന്നുന്ന രംഗം പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യാറില്ലേ? ചാനലുകൾ പുറത്തുവിടാറില്ലേ? ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അവനും മനുഷ്യനാണ്. എന്നാൽ മനുഷ്യന്മാർ തന്നെ ഉപേക്ഷിച്ചു പോയ വേസ്റ്റായ ഭക്ഷണത്തിന് വേണ്ടി അലമുറ കൂടുന്ന, അതെ, അല്ലെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആളുകൾക്ക് മുന്നിൽ കൈനീട്ടുന്ന എത്രയോ മനുഷ്യരുണ്ട്. നിനക്ക് തന്ന സമ്പത്ത് നിന്റെ ഭക്ഷണത്തിന് വേണ്ടി നീ ദൂർത്തടിച്ചു, നിന്റെ വസ്ത്രത്തിന് വേണ്ടി നീ ദൂർത്തടിച്ചു, ആഡംബരമായ വീടുകൾ പണിയാൻ വേണ്ടി നീ ദൂർത്തടിച്ചു. സാധ്യമാണോ നമ്മുടെ കുടുംബത്തോടു കൂടിയുള്ള സ്വർഗപ്രവേശനം? ആലോചിക്കേണ്ടതുണ്ട്. നിന്റെ സമ്പത്ത് നിനക്ക് പരീക്ഷണമാണ്, നിന്റെ മക്കൾ നിനക്ക് പരീക്ഷണമാണ്, നിന്റെ ശരീരം നിനക്ക് പരീക്ഷണമാണ്. ഈ കതിരൂരിൽ ഒരുപാട് മുസ്ലിങ്ങൾ, ഒരുപാട് മനുഷ്യർ, ഈ കണ്ണൂർ ജില്ലയിൽ ഒരുപാട് മനുഷ്യർ, അവരിൽ ആകാര ഭംഗിയുള്ളവർ, ആകാര ഭംഗിയില്ലാത്തവർ, അംഗവൈകല്യമുള്ളവർ, അംഗവൈകല്യങ്ങൾ ഇല്ലാത്തവർ അല്ലേ, കണ്ണുണ്ടായി കാണാത്തവർ, ചെവിയുണ്ടായിട്ടും കേൾക്കാത്തവർ. ഖുർആൻ അങ്ങനെ വേറെ പ്രയോഗം നടത്തുന്നുണ്ട്. കാഴ്ചക്ക് കണ്ണുണ്ട് പക്ഷെ കാണുന്നില്ല, കൈകളുണ്ട് പിടിക്കാൻ സാധിക്കുന്നില്ല, കാലുകളുണ്ട് നടക്കാൻ സാധിക്കുന്നില്ല. എത്രയോ മനുഷ്യന്മാർ റബ്ബിന്റെ പരീക്ഷണത്തിലാണ്. നമ്മളോ, ഈ ഹാളിൽ ഒരുമിച്ച് കൂടിയ നമ്മളോ എത്രയോ ഭാഗ്യവാന്മാരാണ്. അല്ലാഹു നമുക്കെല്ലാം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് നന്ദി കാണിച്ചുകൊണ്ട് സ്വർഗത്തിലെത്തണം. ഇന്ന് ഈ ക്ലാസ് കേൾക്കാൻ സുഹൈർ മൗലവി സൂചിപ്പിക്കാതെ പോവില്ല. സ്ത്രീധനം വാങ്ങിയ കാറിലാണ് വന്നതെങ്കിൽ എങ്ങനെ പോകും നമ്മൾ സ്വർഗത്തിലേക്ക്? എങ്ങനെ പോകും? വിവാഹത്തിന്റെ സമയത്ത് തന്നെ ഹറാമ് തന്റെ ജീവിതത്തിലേക്ക് വാങ്ങിക്കൂട്ടിയവൻ അവന്റെ ബിസിനസ് മെച്ചപ്പെടുത്തിയത് സ്ത്രീധന പണം കൊണ്ടാണെങ്കിൽ, അവന്റെ വീട്ടിലെ സൗകര്യങ്ങൾ ഒന്നുകൂടി മെച്ചപ്പെടുത്തിയത് സ്ത്രീധന പണം കൊണ്ടാണെങ്കിൽ, ചില ജില്ലയിൽ സ്ത്രീധനമായി പണം വാങ്ങി വിവാഹം കഴിക്കുന്ന ചെറുപ്പക്കാരന്റെ വീട് ഭംഗി കൂട്ടുന്നു. ഇവിടെ അത് ചിലപ്പോൾ അറാ സംവിധാനമായി മാറി, പെണ്ണിന്റെ വീട് തന്നെ ഭംഗിയാക്കി വേറെ സൗകര്യങ്ങൾ ഒരുക്കി. അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചു തന്നിട്ടില്ല, ഹറാമാണെന്നും ഞാൻ പറയുന്നില്ല. അറാ സംവിധാനവും ഇസ്ലാമിൽപ്പെട്ടതല്ല. ഭർത്താവിന്റെ വീട്ടിലേക്കാണ് പെണ്ണിനെ കൊണ്ടുപോകേണ്ടത്. നിങ്ങൾക്കതിന് പല ന്യായങ്ങളും ന്യായീകരണങ്ങളും പറയാനുണ്ടാകും, അത് വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. ഹറാമാണെന്നോ കുറ്റമാണോ എന്നല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് ഹദീസുകൾ പരിശോധിക്കുമ്പോൾ കാണുന്നത് ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധികാരിയാണ് ഭാര്യ. ഭർത്താവിന്റെ വീട്ടിലാണ്, മരണം വരെ പുതിയാപ്പിളയായി ഭാര്യയുടെ വീട്ടിലല്ല, പിന്നെ ഭർത്താവിന്റെ വീട്ടിലാണ്. ഭർത്താവിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകലാണ്.
അങ്ങനെയാണ് ഇസ്ലാമിന്റെ മാതൃക നമുക്ക് കാണിച്ചു തരുന്നത്. ഞാൻ പറഞ്ഞത് ആ സമയത്ത് വെച്ച എഗ്രിമെന്റുകൾ. ഈ കൂട്ടത്തിൽ ചില ആളുകൾ ഉണ്ടാവും, സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. സ്വർഗം കിട്ടണമെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ ഏറ്റവും ആദ്യം ഉണ്ടാകേണ്ടത് ശിർക്കില്ലാത്ത വിശ്വാസമാണ്, തൗഹീദിൽ അധിഷ്ഠിതമായ വിശ്വാസമാണ്. പക്ഷെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കില്ല. എപ്പോൾ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ എൻ്റെ അധീനതയിൽ ഹറാമുണ്ടെങ്കിൽ, ഞാൻ അണിഞ്ഞ വസ്ത്രം, ഞാൻ ഭക്ഷിച്ച ഭക്ഷണം, അല്ലേ, ഞാൻ ഉണ്ടാക്കിയ വീട്, ഞാൻ വാങ്ങിയ വാഹനം, ഇത് ഹറാമിന്റെ പണമാണെങ്കിൽ നിങ്ങൾ എത്ര തവണ ആർത്ത് വിളിക്കാൻ പാടില്ല, അട്ടഹസിക്കാൻ പാടില്ല. പതുക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത്, അല്ലേ? പതുക്കെയാണ്. പടച്ച തമ്പുരാനെ പോലും പേടിപ്പിക്കുന്ന വിധത്തിലാണ് ചില ആളുകൾ. അള്ളാഹു പേടിക്കുമെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹുവിനെ പോലും പേടിപ്പിക്കുന്ന വിധത്തിൽ ഒച്ചയിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ, ബഹളമുണ്ടാക്കുന്നവർ, അങ്ങനെയാണ് ഇന്ന് ചുറ്റുഭാഗത്തും കാണുന്നത്. വളരെ പതുക്കെ, വിനയത്തോടുകൂടി, സർവാത്മന റബ്ബിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട്, താഴ്മയോടുകൂടി അള്ളാഹുവിനോട് ചോദിക്കണം. ആ ചോദ്യം റബ്ബ് സ്വീകരിക്കണമെങ്കിൽ ഹറാമുണ്ടാകരുത്. അവന്റെ മൽബസ്, അവൻ അണിഞ്ഞത് ഹറാമാകാൻ പാടില്ല. അവന്റെ ഭക്ഷണം ഹറാമാകാൻ പാടില്ല. ഹദീസിൽ കാണാം, സുദീർഘമായ ഹദീസിൽ കാണാം, ചില ആളുകൾ തിന്നുന്നത് ഹറാമാണ്, കുടിക്കുന്നത് ഹറാമാണ്, ഭക്ഷിക്കുന്നത് ഹറാമാണ്, പോരാ അവൻ അണിയുന്നത് ഹറാമാണ്. ഫിൽ ഹറാം, ഹറാമിൽ ഊട്ടപ്പെട്ട ജീവിതം, ഹറാമിൽ ഊട്ടപ്പെട്ട ജീവിതം. നല്ല സദ്യയുണ്ടാക്കി, ആ കല്യാണ ദിവസം ഇഷ്ടം പോലെ ആളുകൾക്ക് വിളമ്പിക്കൊടുത്തു. അതൊക്കെ ഹറാമിന്റെ പണമാണെങ്കിലോ, ലോട്ടറി പണമാണെങ്കിലോ, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതാണെങ്കിലോ, പലിശക്ക് വാങ്ങിയതാണെങ്കിലോ ഹറാമാണ് അവന്റെ സദ്യ, അല്ലേ? അവന്റെ സദ്യ ഹറാമാണ്. ആളുകളൊക്കെ, അയൽവാസികളൊക്കെ ഗംഭീരമായ കല്യാണം നടത്തിയപ്പോ ഞാൻ എങ്ങനെ മോശമാക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് വെറുതെ എന്തിനാ സഹോദര കടം വാങ്ങുന്നത്? എന്തിനാ ലോൺ എടുക്കുന്നത്? എന്തിനാ പലിശക്കാരന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നത്? നമ്മുടെ കുടുംബം സ്വർഗത്തിലേക്ക് പോകുന്നതിനെ എന്തിന് തടസ്സപ്പെടുത്തുന്നു? അതാണ് എന്റെ ചോദ്യം. അതുകൊണ്ട് ഹറാം ഉപേക്ഷിക്കണം. ഇവിടെ എൻ്റെ ഉപ്പയുടെ പ്രായമുള്ളവർ, എൻ്റെ ഉപ്പയേക്കാൾ പ്രായമുള്ളവർ ഉണ്ട്. നല്ല ക്ലാസ്, മൗലവി സുഹൈർ ചുങ്കത്രയുടെ ക്ലാസിനെ കുറിച്ച് അഭിപ്രായം പറയും. നല്ല ഖുതുബ, പള്ളിയിൽ വെച്ച് നല്ല ഖുതുബയെ കുറിച്ച് അഭിപ്രായം പറയും. പക്ഷേ സ്ത്രീധനം വാങ്ങിയിട്ട് 40 കൊല്ലായി, ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ ഖുതുബയെ കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ട് എന്താ കാര്യം? സ്വർഗത്ത് പോവോ? 40 കൊല്ലമായി, 40 കൊല്ലം മുമ്പ് നടന്ന കല്യാണത്തിന് സ്ത്രീധനം വാങ്ങിയിട്ടുണ്ട്. തിരിച്ചു കൊടുക്കാൻ പെണ്ണിന്റെ ഉപ്പ ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല, എന്ത് ചെയ്യും? ബാക്കിയുള്ളവരില്ലേ? തിരിച്ചു കൊടുക്കണം. അതൊക്കെ എടുത്തുപോയില്ലേ? ഇനി എങ്ങനെ കൊടുക്കാനോ? ഒക്കെ ചെലവായി പോയി. എല്ലാറ്റിനും ഇൻസ്റ്റാൾമെന്റുകളാണ് ഇവിടെ നാട്ടില്. അതുകൊണ്ട് തിരിച്ചു കൊടുക്കാനുള്ള ഇൻസ്റ്റാൾമെന്റ് ഉടനെ സ്റ്റാർട്ട് ചെയ്യണം. പെണ്ണിന്റെ വാപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പോയി കൊണ്ടു കൊടുക്കുക. ആദ്യത്തെ ഗഡു ഒരു 10,000, ബാക്കിയെല്ലാം തരാൻ ഞാൻ നിയ്യത്ത് വെച്ചിട്ടുണ്ട്. അത് ഇന്ന സമയങ്ങളിൽ ഞാൻ ചെയ്ത് കൊടുത്ത് തീർക്കും, നിങ്ങൾക്ക് തന്നു തീർക്കും. അതിനു മുമ്പ് മരിച്ചാൽ അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്ക് പറഞ്ഞു നോക്കാം, റബ്ബേ ഞാൻ തിരിച്ചു കൊടുക്കാൻ നിയ്യത്ത് വെച്ചിരുന്നു, അതിനു മുമ്പ് അയാൾ മരിച്ചുപോയി, അയാളുടെ കൂട്ടുകുടുംബങ്ങളിൽ ആരും ബാക്കിയില്ല, അതുകൊണ്ട് എനിക്ക് പുറത്തു തരണേ എന്ന് പറയാം. നമുക്ക് റബ്ബിനോടൊന്ന് അപേക്ഷിച്ചു നോക്കാം. മാറ്റം വേണ്ടേ? അപ്പൊ കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് ഇരിക്കുന്ന ഓരോ രക്ഷിതാക്കളോട് ഞാൻ ചോദിക്കുക, ഓരോരുത്തരുടെ മനസ്സിനോട് ചോദിക്കുകയാണ്, ഈ പ്രാവശ്യം എൻ്റെ മോക്ക്, നിങ്ങൾ ഓരോരുത്തരെ കുറിച്ച് ചിന്തിക്കുക, എൻ്റെ മോക്ക് ഇന്ന സ്ഥാപനത്തിൽ അഡ്മിഷൻ ലഭിക്കാൻ എത്ര പണം ഞാൻ ചെലവഴിച്ചു? എൻ്റെ മോന് ഇന്ന സ്ഥാപനത്തിൽ അഡ്മിഷൻ ലഭിക്കാൻ ഞാൻ എത്ര പണം ചെലവഴിച്ചു? അഡ്മിഷൻ ലഭിച്ചു, അവസരം കിട്ടി, ആ കുഞ്ഞിന് വേണ്ടി പഠനോപകരണങ്ങൾ വാങ്ങാൻ, സാമഗ്രികൾ വാങ്ങാൻ, അവിടുത്തെ ഹോസ്റ്റൽ സംവിധാനത്തിന് വേണ്ടി അതിന് അഡ്വാൻസ് നൽകാൻ, അങ്ങനെ പലതുമായി ആയിരങ്ങളും 10,000ങ്ങളും ലക്ഷങ്ങളും നാം ചെലവഴിച്ചു. ഇരിക്കുന്ന ഓരോ മുസ്ലിങ്ങളോടും മുഅ്മിനീങ്ങളോടും മുഅ്മിനാത്തുകളോടും ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഏറ്റവും വലുത് സ്വർഗമാണ്, അല്ലേ? ഏറ്റവും നമ്മൾ പേടിക്കുന്നത് നരകമാണ്, അഗാധഗർത്തമുള്ള നരകം. ആ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ
ആകാശഭൂമിയോളം വിശാലമായ സ്വർഗം കിട്ടാൻ ഞാൻ ഈ വർഷം ചെലവഴിച്ചത് എത്ര പണമാണ്? എന്തിനാ അങ്ങനെ പണം ചെലവഴിക്കുന്നത്? ഈ ഇരിക്കുന്ന സദസ്സിൽ ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ച് ചോദിക്കുക, മാറി 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 വരുന്ന സിലബസുകൾ ഞാൻ വാങ്ങി തീർത്തു. എൻ്റെ കുഞ്ഞിന് വേണ്ടി, എൻ്റെ മകന് വേണ്ടി, മകൾക്ക് വേണ്ടി. അത് ഈ വർഷം തീർന്നു, അടുത്ത വർഷം പറ്റില്ല, അത് മാറ്റിവെച്ചു. ആരും കണക്ക് കൂട്ടാറില്ല. കുട്ടി ആവശ്യപ്പെടുന്ന പുസ്തകങ്ങളും നോട്ട്ബുക്കുകളും സാമഗ്രികളും എല്ലാം വാങ്ങിക്കൊടുക്കാറുണ്ട്. ആ സ്ഥാപനത്തിൽ തന്നെ കിട്ടാൻ മറ്റു സ്ഥാപനത്തിൽ വാങ്ങുന്നത് 50 ആണെങ്കിൽ ഇവിടെ താല്പര്യമുണ്ടെങ്കിൽ 80 ആണെങ്കിലും 90 ആണെങ്കിലും ലക്ഷമാണെങ്കിലും കൊടുക്കാൻ തയ്യാറാണ്. തന്റെ മോന് വേണ്ടിയാണ്, സുരക്ഷിതത്വത്തിനു വേണ്ടിയാണ്. ശരി, അമാലി മൗലവി എഴുതിയ 4 വോള്യമുള്ള തഫ്സീർ ഞാൻ ചോദിക്കുന്നതാണ്. സ്വർഗം കിട്ടണം, സ്വർഗത്തിൽ പോവണം അല്ലേ? ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും നല്ല തഫ്സീർ. ഒരുപാട് സംഘടനകളുണ്ട്, മുജാഹിദുകൾ, സുന്നികൾ, ജമാഅത്തുകാർ, തബ്ലീഗ് ജമാഅത്തുകാർ പലരുമുണ്ട്. എല്ലാവരും ഒന്നിച്ചു പറയുന്ന, അങ്ങനെ പറയാൻ മടിയുണ്ടെങ്കിലും വീട്ടിൽ പോയി നോക്കിയാൽ അവിടെ വീട്ടിൽ പോലും കാണാവുന്ന, നമ്മെ എതിർത്ത് സംസാരിക്കുന്ന ആളുകളുടെ വീട്ടിൽ പോലും കാണാറുണ്ട് അമാനി മൗലവിയുടെ തഫ്സീർ. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഈ ഇരിക്കുന്ന എല്ലാവരുടെയും വീട്ടിൽ അതുണ്ടോ? 40കാരൻ ചിന്തിക്ക്, 40 കൊല്ലമായി ഞാൻ ചെലവഴിച്ച പണത്തിന്റെ കണക്ക്. അമാനി മൗലവിയുടെ ഒരു തഫ്സീർ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടോ? ആരെഴുതിയ പരിഭാഷയാണെങ്കിലും ഖുർആനിന്റെ ഒരു പരിഭാഷ, അതൊക്കെ അത്ര വലിയ ഗൗരവമായി പറയേണ്ടതുണ്ടോ? അതൊക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവില്ലേ? ഒരാളുടെ വീട്ടിലില്ലെങ്കിൽ അയാൾ ചിന്തിക്കണം. ഒരു ദിവസം പത്രം വായിച്ചിട്ടില്ലെങ്കിൽ, ഇന്നെന്തോ ഒരു മൂഡ് ഔട്ടാണെന്ന് പറയുന്ന ആളുകൾ, എന്തൊക്കെയോ പ്രശ്നമുണ്ട്, ഇന്ന് പത്രം വായിച്ചിട്ടില്ല, ഒരു ദിവസം ഖുർആൻ വായിച്ചിട്ടില്ലെങ്കിലോ ഒരു പ്രശ്നമില്ല. അതൊരാഴ്ചയായാലോ ഒരു പ്രശ്നമില്ല, ഒരു മാസമായാലോ ആരും അറിയുന്നില്ല. ഈ ഇരിക്കുന്ന സദസ്സിലിരിക്കുന്ന ചെറുപ്പക്കാരോട് ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പത്രം വായിക്കാത്തവർ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആരും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഇന്നല്ല, നമസ്കാരത്തിലല്ലാതെ കഴിഞ്ഞ ഞായർ മുതൽ ഈ ഞായർ വരെ ഖുർആൻ നമസ്കാരത്തിലല്ലാതെ ഓതിയവർ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ ഓതാത്തവർ കുറച്ചു പേരെങ്കിലും ഉണ്ടാവും. സത്യമല്ലേ? നമ്മളോട് ചോദിക്ക്. നമ്മളോട് ചോദിക്ക്. അപ്പൊ ഒരു ഖുർആനിന്റെ പരിഭാഷ നമ്മുടെ വീട്ടിലില്ല. എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളും നമ്മുടെ അലമാരയിൽ കാണുന്നു. പക്ഷേ ഖുർആനിന്റെ ഒരു പരിഭാഷ, അതിന്റെ സിലബസ് ഇനി മാറുമോ സഹോദരങ്ങളെ? അതിന്റെ അർത്ഥം ഇനി മാറുമോ? അതിന്റെ വരികൾക്ക് ഇനി മാറ്റമുണ്ടാകുമോ? ആയത്തുകളുടെ എണ്ണം ഇനി വർദ്ധിക്കുമോ കുറയുമോ? ഈ ലോകം അവസാനിക്കുന്നത് വരെ മുസ്ലിം ലോകം പഠിക്കുവാനുള്ള ഗ്രന്ഥം, പടച്ചതമ്പുരാൻ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്ന ഖുർആൻ അല്ലേ? ആ ഖുർആൻ നമ്മുടെ വീട്ടിൽ നിരന്തരം കൈകാര്യം ചെയ്യുന്ന ഒരു രീതി നമ്മുടെ വീട്ടിലുണ്ടോ? എങ്ങനെ പോകും സ്വർഗത്തിലേക്ക്? നിങ്ങളുടെ മനസ്സിലേക്ക് ചില ചിന്തകൾ ഇട്ടു തരാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ ദിവസവും ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു കുടുംബമാണോ നമ്മുടെ കുടുംബം? മകനോട് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനോട് മകളോട് ഉപ്പ പറയുന്നു, ഖുർആൻ എടുക്ക്, പാരായണം ചെയ്യുക. ആ കുട്ടിയുടെ മനസ്സിൽ ചോദ്യം ഉയരുന്നുണ്ട്, പക്ഷെ ചോദിക്കാൻ പേടിയുണ്ട്. എന്നിട്ട് എന്തേ നിങ്ങൾ ഓതാത്തത്? പക്ഷേ ആ കുട്ടി എങ്ങനെ ചോദിക്കും? ചോദിക്കുന്ന ഒരു സമയം വരാനുണ്ട്. പല രക്ഷിതാക്കളും പറയുന്നു, ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എൻ്റെ മോൻ. എങ്ങനെ കേൾക്കും? ഞാൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല എൻ്റെ മോൾ. എങ്ങനെ അനുസരിക്കാനാണ്? കൽപ്പനകൾ മാത്രം, ചില ഓർഡറുകൾ മാത്രമായിരുന്നു ഉപ്പയുടെ റോള്. ഖുർആൻ എടുക്ക്, ഓത്. ആ വാപ്പ പാരായണം ചെയ്യുന്നത് ആ കുഞ്ഞ് കണ്ടിട്ടില്ല. ആ ഉമ്മ പാരായണം ചെയ്യുന്നത് കേട്ടോ ഈ കുഞ്ഞ് കണ്ടിട്ടില്ല. കുഞ്ഞിന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്നിട്ട് എന്തേ നിങ്ങൾ ഓതാത്തത്? സ്വർഗം കിട്ടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? പക്ഷെ ചോദിക്കാൻ പലതരത്തിലുള്ള ആശങ്കകളും കുട്ടിയുടെ മനസ്സിലുള്ളത് കൊണ്ട് ചോദിച്ചിട്ടില്ല. ചില പ്രായമെത്തിയാൽ കുട്ടി അറിയാതെ ചോദിച്ചു പോകും. ഇത്ര മഹനീയമായൊരു ഗ്രന്ഥം
മറ്റേതെങ്കിലും ഒരു ജാതിയുടെ കയ്യിലുണ്ടോ സഹോദരങ്ങളെ? സ്വർഗത്തിലേക്ക് പോവാനുള്ള, എത്തിപ്പെടാനുള്ള പോംവഴിയെക്കുറിച്ചാണ് നമ്മുടെ ചർച്ച. ആരാ നമ്മുടെ കൂട്ടത്തിൽ ഈ ഒരുമിച്ച് കൂടിയ ഈ അത്യാവശ്യ സൗകര്യങ്ങളുള്ള ഈ ഓഡിറ്റോറിയത്തിൽ ആരാണ് ഏറ്റവും നല്ലവൻ? ഇതിന് പുറത്തുള്ള മനുഷ്യരിൽ ഏറ്റവും നല്ലവൻ ആരാ? കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന, ലോകത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ ആരാ? പണക്കാരെ ഓർമ്മ വരുന്നുണ്ടോ നമ്മുടെ മനസ്സിലേക്ക്? രാഷ്ട്രീയ തലവന്മാരെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ടോ? സാംസ്കാരിക നേതാക്കന്മാരെന്നറിയപ്പെടുന്ന, സമൂഹത്തിന്റെ ഉത്തുംഗതയിൽ നിൽക്കുന്നുവെന്ന് നാം വിചാരിക്കുന്ന ആളുകളെ കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടോ? എന്നാൽ ആൻസർ തെറ്റാണ്. ഖൈറുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ മൻ, ഒരുത്തനാണ്. ആരാണവൻ? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. മർഹല 1, 2, 3, 4, 5 മർഹലകളിലായി ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിന്റെ പരീക്ഷ നടന്നു. അതിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന മീറ്റിംഗിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ വരുന്നത്. മർഹല 2-ൽ 1-ാം റാങ്കും 2-ാം റാങ്കും കണ്ണൂർ ജില്ലക്കാണ്. മർഹല 3-ൽ 2-ാമത്തെ റാങ്ക് കണ്ണൂർ ജില്ലക്കാണ്. അങ്ങനെ 3 റാങ്ക് ഈ ജില്ലക്കുണ്ട്. എന്ത് റാങ്ക്, എന്ത് മർഹല? ചില ആളുകൾ എന്ത് മർഹല, എന്താണ്, എന്ത് സംവിധാനത്തെ കുറിച്ചാണ് ഈ പറയുന്നത്? ഖുർആനും ഹദീസും പഠിക്കുവാനുള്ള ഒരു സംരംഭം. ഖുർആനിലെ ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം പോലും പഠിക്കേണ്ടതില്ലെന്നും, ഖുർആനിലെ ഒരു സൂറത്തിന്റെ ആശയങ്ങളും അർത്ഥതലങ്ങളും പഠിക്കേണ്ടതില്ലെന്നും കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ സമൂഹത്തോട് പ്രഖ്യാപിച്ച സമയത്ത് ഖുർആനിന്റെ അർത്ഥം പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയും ഖുർആനിന്റെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന പരിഭാഷകൾ പുറത്തിറക്കി സമൂഹത്തെ ഉത്ബുദ്ധരാക്കിയ ഒരു പ്രസ്ഥാനത്തിന്റെ, ആദർശ പ്രസ്ഥാനത്തിന്റെ അനുയായി എന്ന നിലക്കാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു സംരംഭം കേരളത്തിലുണ്ട്. ഖുർആൻ ഒരായത്ത് കേട്ടാൽ ഖുർആൻ കയ്യിലെടുത്തൊന്ന് തുറക്കുക, അപ്പോൾ കാണുന്ന ഏതായത്താവട്ടെ ആയത്തിന്റെ അർത്ഥം എനിക്ക് കിട്ടും എന്ന് പറയാവുന്ന ആളുകളാണോ നമ്മൾ? ഇന്ത്യയിൽ എന്നല്ല, എല്ലാ രാജ്യങ്ങളിലെയും ക്രിക്കറ്റ് സ്റ്റാറുകളെ ചോദിച്ചാൽ നമ്മുടെ കുട്ടി തത്തമ്മ സംസാരിക്കുന്നത് പോലെ സംസാരിക്കും, അല്ലേ? ഫുട്ബോൾ സ്റ്റാറുകളെ കുറിച്ച് ചോദിച്ചാൽ സംസാരിക്കും. സിനിമാ നടന്മാരെയും നടിമാരെയും കുറിച്ച് ചോദിച്ചാൽ, റമളാൻ മാസത്തിൽ പോലും മഗ്രിബ് നമസ്കാരത്തിന് ശേഷം അടുത്തൊരു സ്ഥലത്തുള്ള ഒരു പള്ളിയിലേക്ക് ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ കേട്ടതാണ്. റമളാൻ മാസമാണ്, എന്നിട്ട് റേഡിയോ ഈ വാഹനത്തിൽ റേഡിയോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ മത്സരങ്ങളാണ്, സമ്മാനങ്ങളുണ്ട്. ഒരു സിനിമയിലെ കൃത്യമായ ഡയലോഗ് കേൾപ്പിച്ചുകൊണ്ട് ഇതാര്, ഏത് സിനിമയിലേതാണ്, ആര് പറയുന്നതാണ് എന്ന് ചോദിക്കുന്നു. കല്ലായിൽ നിന്ന് ഫാത്തിമ വിളിക്കുന്നു. പരിശുദ്ധ റമളാനിൽ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് കല്ലായിൽ നിന്ന് ഫാത്തിമ ചോദിക്കുന്നു, ക്ലൂ തരുമോ? തരും നിനക്ക് റബ്ബ് ക്ലൂ. അല്ലേ? എങ്ങനെ നന്നാവും? നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? പരിശുദ്ധ റമളാനിൽ പോലും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കേൾക്കാൻ, ഇതിന് ഉത്തരം കിട്ടാൻ, സമ്മാനം ലഭ്യമാകാൻ. നമ്മുടെ കുടുംബത്തിലെ കുട്ടികൾക്കൊക്കെ അറിയും, പലതരത്തിലുള്ള ആളുകളെയും. പക്ഷേ ഖുർആനിൽ നിന്ന് എത്ര സൂറത്ത് അറിയും എൻ്റെ മോന്? 18കാരനാകുന്ന എൻ്റെ മകന്, 20കാരനാകുന്ന എൻ്റെ മകൾക്ക്, 20കാരിയാകുന്ന എൻ്റെ മകൾക്ക് ഞാൻ ഇന്ന് മരിച്ചാൽ എൻ്റെ 5 മക്കളിൽ 5 പേരും ഞാൻ നിന്നുകൊള്ളാം ഇമാമ്. എനിക്ക് 1-ാമത്തെ തക്ബീറിലും 2-ാമത്തെ തക്ബീറിലും 3-ാമത്തെ തക്ബീറിലും 4-ാമത്തെ തക്ബീറിലും ചൊല്ലേണ്ട പ്രാർത്ഥനകളും സൂറത്തുകളും അതിൻ്റെ അർത്ഥസഹിതം അതിൻ്റെ ആശയങ്ങൾ അടിസ്ഥാനപ്പെടുത്തി എനിക്കറിയും. ഞാൻ കൃത്യമായി ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിൽക്കാം ഇമാം എന്ന് പറഞ്ഞ് നിൽക്കാവുന്ന ഒരു മോൻ നമ്മുടെ വീട്ടിലുണ്ടോ? പോകുമോ നമ്മൾ കുടുംബത്തോടെ സ്വർഗത്തിലേക്ക്? മറ്റേത് മത്സരം നടത്തിയാലും നമ്മളുടെ കുട്ടികൾ മുന്നിലാണ്. പക്ഷെ ഖുർആനിക മത്സരത്തിൽ പങ്കെടുക്കാനുള്ള താല്പര്യം പോലും നമ്മുടെ മക്കൾക്കോ കുടുംബത്തിനോ ഇല്ല.
ഒരായത്ത് കേട്ടാൽ അതിന്റെ അർത്ഥം മനസ്സിലായി, അതിന്റെ ആശയം മനസ്സിലായി, എന്തിനാണ് ഇത് പറഞ്ഞത് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവനാണ് ഖുർആനിൽ മാഹിർ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പ്രത്യേകം ഉണർത്തി, ഒരാൾ ഖുർആനിൽ മാഹിറായാൽ, നൈപുണി നേടിക്കഴിഞ്ഞാൽ, നിപുണത നേടിക്കഴിഞ്ഞാൽ അവന്റെ സ്ഥാനം മഅസ്സഫറത്തിൽ കിറാമിൽ ബററ, അവന്റെ സ്ഥാനം പുണ്യവാളന്മാരായ മാലാഖമാരുടെ കൂടെയാണ്, മലായിക്കത്തുകളുടെ കൂടെയാണ്. എന്നാൽ മറ്റൊരു മനുഷ്യൻ അവൻ ആ പദം തന്നെ ശരിക്ക് തപ്പിത്തടയും. ആരെങ്കിലും തപ്പിത്തടഞ്ഞുകൊണ്ട് ഖുർആൻ ഓതിയാൽ, തപ്പിത്തടഞ്ഞുകൊണ്ട് ഓതാൻ ശരിക്കറിയില്ല, പക്ഷെ പഠിക്കണം, സ്വർഗം കിട്ടണം. എന്റെ ചെറുപ്പകാലത്ത് എനിക്ക് പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ല, സാഹചര്യം കിട്ടിയിട്ടില്ല. ഞാൻ തപ്പിത്തടഞ്ഞുകൊണ്ടാണ് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് എങ്ങനെയെങ്കിലും പഠിക്കണം. ഈ അമൂല്യമായ ഗ്രന്ഥം മനസ്സിൽ വെച്ചുകൊണ്ട് തപ്പിത്തടഞ്ഞ് പാരായണം ചെയ്താൽ ലഹു അജ്റാനി, അവന് 2 പ്രതിഫലമുണ്ട്. ആ ഖുർആൻ ഇന്ന് സുബഹി നമസ്കാരാനന്തരം പാരായണം ചെയ്തവർ എത്ര പേർ? ഇന്നലെ, മിനിഞ്ഞാന്ന്, അതിന്റെ തലേന്ന്, അങ്ങനെ ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ. എത്രയോ ജീവിതത്തിൽ നിന്ന്, ആയുസ്സിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും പോയാൽ അത് നമ്മുടെ ആയുസ്സിൽ നിന്ന് മരണത്തിലേക്ക് അല്ലെ ഇത് നഷ്ടപ്പെട്ടുകൊണ്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നല്ലേ അതിന്റെ അർത്ഥം? ആരാ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ? ഈ നാട്ടിലെ പണക്കാരിയല്ല, ഈ നാട്ടിലെ പണക്കാരനല്ല, പിന്നെ ആരാണ്? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന അതാരോ അവനാണ് ഏറ്റവും ഉത്തമൻ. അങ്ങനെ ഒരാൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ കുടുംബം നന്മയിലേക്ക് നടന്നു പോകുന്ന കുടുംബമാണ്. ഭാര്യയും ഭർത്താവും മക്കളും ചേട്ടനും അനുജനും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിൽ ഇരിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ്. അടുക്കളയിൽ ഇത് ചർച്ചാ വിഷയമാകുന്നു, ഡൈനിങ് ഹാളിൽ ഇത് ചർച്ചാ വിഷയമാകുന്നു, വീട്ടിന്റെ മുറ്റത്തും അങ്കണത്തിലുമൊക്കെ ഇത് ചർച്ചാ വിഷയമാകുന്നു. അള്ളാഹുവിന്റെ കലാമിനെ കുറിച്ചുള്ള സംസാരം, അത്ഭുതകരമായ ഖുർആനിനെ കുറിച്ചുള്ള സംസാരം, അല്ലേ, അമൂല്യമായ ഖുർആനിനെ കുറിച്ചുള്ള സംസാരം പോരാ, മനുഷ്യനെ ഏത് തരത്തിലും ആകർഷിക്കുന്ന ഒരു പ്രത്യേക ഒരു കഴിവ് അള്ളാഹു ഖുർആനിക വചനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആ ഖുർആനിന്റെ സംസാരം നമ്മുടെ വീട്ടിലുണ്ടോ എങ്കിൽ കുടുംബം ഇസ്ലാമീകരണം സംഭവിച്ചിട്ടുണ്ട്. ആ കുടുംബത്തിനാണ് സ്വർഗത്തിലേക്കുള്ള പാത. ഇന്നും കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, അതിനാണല്ലോ സീരിയൽ എന്ന് പറയാ. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, അത് കഴിഞ്ഞാൽ അടുത്തത്. എല്ലാവർക്കും അറിയും ഏതൊക്കെ സീരിയൽ ഉണ്ട്. ഒന്ന് കഴിഞ്ഞാൽ ചാനലുകൾ മത്സരിക്കുകയാണ്. റമദാനിൽ 250, 500, 1000, 2000, 3000 രൂപ എടുത്ത് പാവപ്പെട്ട ആളുകൾക്ക് നാം കിറ്റ് വിതരണം ചെയ്യാറുണ്ട്. വിതരണം ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്, ചാനൽ കണക്ഷൻ എടുത്ത് ജീവിക്കാൻ മാർഗമില്ലാതെ പ്രയാസപ്പെടുന്ന കുടുംബങ്ങളെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ചാനൽ കണക്ഷൻ ഉള്ള ആളുകളെ ഉപേക്ഷിക്കണം. മാസം 250, 300 അവർക്ക് കൊടുക്കാം. പിന്നെ റമദാനിൽ മാത്രം 1000 രൂപയുടെ കിറ്റ് എന്തിന് അവർക്ക്? എല്ലാ വൃത്തികേടുകളും കാണുന്നു, എല്ലാ തോന്നിയവാസങ്ങളും കേൾക്കുന്നു, അല്ലേ? വാങ്ങിയപ്പോൾ പറഞ്ഞത് ഇത് പടച്ചവനെ കുറിച്ച് പേടിക്കുന്ന ഒരു വീടാണ്, അംഗങ്ങളുള്ള വീടാണ്, അതുകൊണ്ട് വാർത്ത മാത്രം കണ്ടാൽ മതി. ഇനി വേണമെങ്കിൽ ഡിസ്കവറി ആയിക്കോട്ടെ, വേണമെങ്കിൽ ആനിമൽ പ്ലാനറ്റ് ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് വാങ്ങിയത്. ശരി, അങ്ങനെ തന്നെയാണ് വേണ്ടതും. വാർത്തകൾ കാണാം, വേണ്ടത് കാണാം. TV എന്നത് ആ ഒരു മാധ്യമമാണ്, അതിന് ബുദ്ധിയില്ലല്ലോ. അതിനെ വിഡ്ഢിപ്പെട്ടിയെന്നും ബുദ്ധിപ്പെട്ടിയെന്നും വിളിക്കാറുണ്ട് ആളുകൾ. അതിന് ബുദ്ധിയുമില്ല, അതിന് വിഡ്ഢിത്തരവുമില്ല. പക്ഷേ അതിനുപയോഗിക്കുന്നവനാണ് ബുദ്ധി വേണ്ടത്, അതിനുപയോഗിക്കുന്നവനാണ് വിഡ്ഢിയായി മാറുന്നത്. അതുകൊണ്ട് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വീട്ടിൽ ചാനലുകളും ഇന്റർനെറ്റ് സംവിധാനങ്ങളും ഉണ്ടാകാൻ പാടുള്ളൂ. ഇല്ല, കൺട്രോൾ ചെയ്യാൻ എനിക്ക് കഴിയില്ല, ഞാൻ പറഞ്ഞാൽ കേൾക്കാത്ത മക്കളാണ്, ഞാൻ പറഞ്ഞാൽ കേൾക്കാത്ത അനുജന്മാരാണ്, ഞാൻ പറഞ്ഞാൽ കേൾക്കാത്ത കുടുംബാംഗങ്ങളാണ്, ഉപേക്ഷിക്കണം. നമ്മുടെ പണം കൊണ്ട് നരകത്തിലേക്ക് പോകാനുള്ള ഒരു മാർഗം നമ്മുടെ വീട്ടിൽ തുറന്നു വെക്കരുത്. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. ഗൗരവമുള്ള കാര്യമാണ് ഈ പറയുന്നത്. അള്ളാഹു നമുക്ക് സ്വർഗം നിഷിദ്ധമാക്കും. റബ്ബ് തന്ന അനുഗ്രഹമാകുന്ന കണ്ണുകൊണ്ട് റബ്ബിന് ഇഷ്ടമില്ലാത്തത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഈ തലശ്ശേരിക്കടുത്ത്
രാത്രി സമയത്ത് ഒരു പെൺകുട്ടി കടപ്പുറത്ത് വന്ന് നിൽക്കുന്നു. ഞാൻ ഖുത്ബയിൽ പറഞ്ഞതാണ്. ഇവിടെ പത്രങ്ങളിൽ, സായാഹ്ന പത്രങ്ങളിൽ റിപ്പോർട്ട് വന്നിരുന്നു. +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി കടപ്പുറത്ത് വന്ന് നിൽക്കുന്നു രാത്രി. കടപ്പുറം, അവിടുത്തെ ആളുകൾ, ആ പ്രദേശത്തുകാർ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമയം, അതിനെക്കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ആ കുട്ടി പറയുന്നു, എന്തിനാണ് ഇവിടെ വന്നത്? നാട്ടുകാർ ചോദിക്കുന്നു. കുട്ടി പറയുന്നു, നിരന്തരമായി എൻ്റെ മൊബൈലിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്തിന്റെ പേര് പറയുന്നു. പേര് എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. സായാഹ്ന പത്രത്തിൽ വന്നിരുന്നു കുട്ടിയുടെ വാർത്ത. കുട്ടി പറഞ്ഞത്, നിരന്തരമായി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ചുരുങ്ങിയത് 50 തവണയെങ്കിലും എന്നെ അയാൾ മൊബൈലിൽ വിളിച്ചിട്ടുണ്ടാവും. ഞാൻ അയാളെ ഇതുവരെ കണ്ടിട്ടില്ല. ഇന്ന് കോളേജ് വിട്ട് അല്ലെങ്കിൽ സ്കൂൾ വിട്ട് ഞാൻ വീട്ടിലേക്ക് മടങ്ങാനിരിക്കെ അയാൾ എന്നോട് ഈ കടപ്പുറത്തെത്താൻ പറഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല അയാളെ, പക്ഷേ 50 തവണയെങ്കിലും സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ ശുദ്ധനാണെന്നും വിശ്വസ്തനാണെന്നും എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ വന്നിരിക്കുകയാണ്. വീട് വിട്ട് കിലോമീറ്ററുകൾ താണ്ടി കടപ്പുറത്ത് വന്ന് നിൽക്കുന്നു ഒരു മുസ്ലിം പെൺകുട്ടി, മൊബൈലിൽ വിളിച്ച ഒരു സഹോദരനെ കാണാൻ. 10-14,000 രൂപ വിലയുള്ള മൊബൈൽ ആ കുട്ടിയുടെ കയ്യിലുണ്ട്. എന്തിനാണിത്? ഉമ്മയെ വിളിക്കാൻ, ഉപ്പയെ വിളിക്കാൻ ആഡംബരങ്ങൾ നിറഞ്ഞ ഫോൺ തന്നെ വേണമെന്നുണ്ടോ? ആലോചിക്കേണ്ടതുണ്ട്. കുടുംബത്തിന്റെ ഓരോ തട്ടു മുതൽ മുകൾ തട്ട് വരെ പരിശോധനയ്ക്ക് വിധേയമാക്കി റബ്ബിന് ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് പരിശോധിച്ചാൽ മാത്രമേ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കാൻ പറ്റൂ. പല സ്ത്രീകളും ഇന്ന് ടിവിക്ക് മുമ്പിൽ ഇഅ്തികാഫാണ്. പണ്ടുള്ള സ്ത്രീകൾ അയൽവാസികളോട് നല്ല ബന്ധമായിരുന്നു. ഇടയ്ക്കിടെ അവർ ഒരുമിച്ച് കൂടുമായിരുന്നു. ഒരുത്തി മറ്റവളുടെ തല നോക്കിക്കൊടുക്കുമായിരുന്നു, പേനെടുക്കുമായിരുന്നു. ഓരോ പേന് ലഭിക്കുമ്പോഴും ഓരോ നുണ പൊട്ടുമായിരുന്നു. പക്ഷേ ഇന്ന് അതില്ല എന്ന് നമ്മൾ സന്തോഷിക്കുമ്പോൾ എന്തുകൊണ്ടില്ല? സമയമില്ല. ബന്ധുക്കൾ വരുന്നത്, അല്ലെ, ആത്മമിത്രങ്ങൾ വരുന്നത് പോലും ശാപമായി മാറിയിരിക്കുന്നു. അഥവാ വന്നാൽ വെള്ളമെടുക്കാൻ പോയ സമയം, ഒരു കാപ്പി കൊടുക്കാൻ പോയ സമയം, എന്നിട്ട് അവർ തിരിച്ചു പോയാൽ ഉടനെ വന്ന് ചോദിക്കുന്നു, എവിടെ എത്തി, എന്തായി നേരത്തെ, 5 മിനിറ്റ് മുമ്പ് സംഭവിച്ചത് എന്താ? ഇന്നും നമ്മുടെ വീട്ടുകളിൽ പൈങ്കിളി മാസികകൾ. സ്വർഗത്തിലേക്ക് പോവാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ വീട്ടിൽ മനോരമയും മംഗളവും എത്തുന്നു. എന്താ ഉള്ളതിൽ? എന്താ ഉള്ളത്? 5 രൂപയല്ലേ ഉള്ളൂ, അതിനെ എതിർക്കണോ? എന്താണതിലുള്ളത്? ഒന്നുമില്ല. വൈകാരിക തലങ്ങളിലേക്ക് സമൂഹത്തെ കൂട്ടിക്കൊണ്ടുപോവുക. ഒരു വലിയ റൗണ്ടിൽ പ്രത്യേകം എടുത്തു കൊടുക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഉദാഹരണം പറയട്ടെ, ജോസഫ് അവളെ കണ്ടുമുട്ടി, തുടരും. 5 രൂപ കൊടുത്ത് തുടരുന്നത് എന്താണ് സംഭവിക്കുന്നത് അറിയാൻ കാത്തിരിക്കുക. പിറ്റേ പ്രാവശ്യം കുഞ്ഞുങ്ങളെ വിട്ട്, ആളുകളെ വിട്ട് എത്രയോ മുസ്ലിം പെണ്ണുങ്ങൾ അതിനടിമയാണ്. എന്നിട്ട് അടുത്ത ആഴ്ചയിലുള്ള ഈ സാധനം വാങ്ങി വായിക്കുമ്പോൾ അവർ ഇരുവരും കടപ്പുറത്തെത്തി, തുടരും. ഇങ്ങനെ തുടരുകയാണ്. അതിനിടക്ക് മരിച്ചാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഞാൻ പറയുന്നത്, സ്വർഗത്തിലേക്ക് പോവാൻ ആഗ്രഹിക്കുന്ന നമുക്ക് യോജിച്ചതാണോ ഇത്? ആണോ? ഈ സീരിയലുകളുടെ പരമ്പര, ഈ സിനിമകളുടെ പരമ്പര, ചാനലുകൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഈ രീതി, എന്തൊരു അഭിമാനത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ആളുകളുമായി സംസാരിക്കാൻ നമ്മുടെ ഫോൺ കോളുകൾ ഉപയോഗപ്പെടുത്തുന്നത്. പടച്ചതമ്പുരാന്റെ ഇഷ്ടമോ തൃപ്തിയോ നമുക്ക് ലഭ്യമല്ല. മറ്റൊന്ന് ചോദിക്കട്ടെ, രക്ഷിതാക്കളോടാണ് എൻ്റെ ചോദ്യം. ഇത്രയും കാലത്തിനിടയിൽ 25-കാരനും 20-കാരിയും 15-കാരിയും ഒക്കെയായി നിൽക്കുന്ന നമ്മുടെ മക്കളെ അടുത്തേക്ക് വിളിച്ച് തൻ്റെ മാറോട് ചേർത്ത് പിടിച്ച്, മോനെ, നീ എൻ്റെ പ്രിയപ്പെട്ട മകനാണ്, യാ ബുനയ്യ എന്ന് പ്രവാചകന്മാർ തൻ്റെ മക്കളെ വിളിച്ചതുപോലെ അതിൻ്റെ മലയാളമാണ് എൻ്റെ പൊന്നാര മോനെ, സ്നേഹനിധിയായ മോളെ എന്ന് വിളിച്ചുകൊണ്ട് തൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പടച്ചവനെ കുറിച്ച് ഒരിക്കലെങ്കിലും ചോദിച്ച രക്ഷിതാക്കളാണോ നമ്മൾ? യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മരണത്തോട് ഏകദേശം മരണവെപ്രാളത്തിൽ അല്ലെങ്കിൽ മരണവേദനയോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്.
ആ സമയത്ത് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മക്കളോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ഈ പ്രദേശത്തുള്ള ഒരുപാട് ഗൾഫിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, പണത്തിൽ ഒരുപാട് മുന്നിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഈ പ്രദേശത്തിലുണ്ട് എന്നെനിക്കറിയാം. അവരോട് ഞാൻ സ്നേഹത്തോടു കൂടി ചോദിക്കട്ടെ, ജീവിതത്തിനിടയിൽ തൻ്റെ മകളെ, തൻ്റെ മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. റബ്ബ് അങ്ങനെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രനെ കുറിച്ച് പറയുന്നു, സിറാജാകുന്ന വിളക്കാകുന്ന സൂര്യനെ കുറിച്ച് പറയുന്നു, നൂറാകുന്ന ചന്ദ്രനെ കുറിച്ച് പറയുന്നു, 2 തരം വെള്ളം നൽകുന്ന കടലിനെ കുറിച്ച് പറയുന്നു, അല്ലേ? സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു, തേനീച്ചയെ കുറിച്ച് സംസാരിക്കുന്നു, ഒട്ടകത്തിന്റെ കണ്ണിനും കാതിനും അതുപോലെ തന്നെ കാലിനുമൊക്കെ പ്രത്യേകതയുണ്ട്, ഒട്ടകത്തെക്കുറിച്ച് ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നു. ഇങ്ങനെ കുറെ അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു, എന്നിട്ടും നിങ്ങൾ എന്തേ നന്ദി കാണിക്കാത്തത്? നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവായ നാഥനോട് മാത്രം പ്രാർത്ഥിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന ഖുർആനിക വചനങ്ങൾ. എന്ന പോലെ സ്വന്തം മോനെ വിളിച്ചിട്ട് നീ സ്വർഗത്തിലെത്തണമെന്ന് ഒരു ഉപ്പക്ക് ആഗ്രഹം ഉണ്ടാവില്ല മോളെ? നീ സ്വർഗത്തിലെത്തണമെന്ന് മോളെ ഒരു ഉമ്മക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിക്കൊണ്ട് ആ മകളോട് പടച്ചതമ്പുരാനെ കുറിച്ചും തൗഹീദിനെ കുറിച്ചും ശിർക്കിനെ കുറിച്ചും ബിദ്അത്തുകളെ കുറിച്ചും അന്ധവിശ്വാസങ്ങളെ കുറിച്ചും അനാചാരങ്ങളെ കുറിച്ചും ഓർമ്മപ്പെടുത്തുകയും നിർദ്ദേശിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന രക്ഷിതാക്കളാണോ നമ്മൾ? യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്ദർഭം ഖുർആൻ പറയുന്നു. 2-ാം അധ്യായം സൂറത്ത് ബഖറയിൽ 133-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, അം കുൻതും ശുഹദാ ഇദ് ഹലറ യഅഖൂബൽ മൗത്ത്. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മരണം ആസന്നമായ നേരത്ത് നിങ്ങൾ അവിടെ ഹാജറുണ്ടായിരുന്നോ? ഖുർആന്റെ ചോദ്യം അതാണ്. യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന് മരണം ആസന്നമായ സമയത്ത് നിങ്ങൾ ആ സ്ഥലത്ത് ഹാജറുണ്ടായിരുന്നോ? നമ്മൾ ആരുമില്ല. പിന്നെന്തിനാണത്? അവിടെ നടന്ന ഒരു സംഭവത്തെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു തരികയാണ്, ഇബ്രാഹിം നബി യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മക്കളോട് ചോദിച്ചു. ഇത് ഖാല ലി ബനീഹി, തന്റെ മക്കളോട് ചോദിച്ച സന്ദർഭം ശ്രദ്ധേയമാണ്. തന്റെ മക്കളോട് ചോദിച്ച സന്ദർഭം ശ്രദ്ധേയമാണ്. എന്താ ചോദിച്ചത്? മാ തഅബുദൂന മിൻ ബഅദി, മാ തഅബുദൂന മിൻ ബഅദി. മക്കളെ, എന്റെ പൊന്നാര മക്കളെ, എന്റെ കാലശേഷം നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുക? മുജാഹിദുകളെ, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആളുകളെ, തൗഹീദിന്റെ ആളുകളെ, ശിർക്കിൽ നിന്ന് മാറി നിൽക്കണമെന്ന് കൊതിക്കുന്നവരെ, സ്വർഗത്തിലേക്ക് എൻ്റെ മക്കളെയും ഭാര്യയെയും കൂട്ടിക്കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരെ, ഭാര്യയോടും മക്കളോടും ഒരിക്കലെങ്കിലും ചോദിച്ചോ, ഞാൻ മരിച്ചു പോയാൽ മാ തഅബുദൂന മിൻ ബഅദി, എന്റെ കാലശേഷം നിങ്ങൾ എന്തിനെ ആരാധിക്കും? എന്റെ കാലശേഷം നിങ്ങൾ എന്തിനെ ആരാധിക്കും? മക്കൾ കൊടുത്ത മറുപടി അല്ലേ? നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പലരും മരിച്ചുപോയി. അവരൊക്കെ മക്കളോട് പലതും പറഞ്ഞു. ഇന്ന ബാങ്കിൽ ഇത്ര പണമുണ്ട്, ഇന്ന സ്ഥലത്ത് എന്റെ ക്യാഷായിട്ട് ഇത്രയുണ്ട്, ഇന്നാൾ ഇത്ര തരാനുണ്ട്. ഇതൊക്കെ പറഞ്ഞ് മരിച്ചുപോയ ഒരുപാട് ആളുകളെ നമുക്കറിയാം. പക്ഷെ മരണസമയത്ത് മരണം തൊണ്ടക്കുഴിയിൽ വന്നു നിൽക്കുമ്പോൾ മക്കളെ മുഴുവൻ വിളിച്ചിട്ട് ഞാൻ പോവുകയാണ്, എല്ലാവരും നിർബന്ധമായി പോവേണ്ട യാത്രക്ക് വാപ്പ തയ്യാറാവുകയാണ്, അതിന്റെ സമയമായിരിക്കുന്നു. അതുകൊണ്ട് മക്കളെ, മാ തഅബുദൂന മിൻ ബഅദി, എന്റെ കാലശേഷം നിങ്ങൾ എന്തിനെ ആരാധിക്കും? ആരെ ആരാധിക്കും? മക്കൾ ഒരേ സ്വരത്തിൽ മറുപടി പറഞ്ഞു. ഖാലു നഅബുദു ഇലാഹക വ ഇലാഹ ആബാഇക ഇബ്രാഹിം വ ഇസ്മാഈൽ വ ഇസ്ഹാഖ് ഇലാഹൻ വാഹിദ. നോക്കൂ നിങ്ങൾ, ആ മറുപടി എത്ര ശുദ്ധമാണ്, എത്ര വ്യക്തമാണ്. ഉപ്പ, നിങ്ങളുടെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും രക്ഷിതാവാരോ? അവൻ ഏകനായ രക്ഷിതാവാണല്ലോ. ആ രക്ഷിതാവിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ. പോരാ, അവർ വീണ്ടും കൃത്യമായി മറുപടി കൊടുക്കുന്നു. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ സർവാത്മന കീഴ്പ്പെട്ടവരായി, റബ്ബിനെ പൂർണ്ണമായി വണങ്ങുന്നവരായി, അവനെ മാത്രം ആരാധിക്കുന്നവരായി ഞങ്ങൾ ജീവിക്കും. അതുകൊണ്ട് ഉപ്പ, നിങ്ങൾ ഈ വിഷയത്തിൽ പേടിക്കേണ്ടതില്ല എന്ന് ആ മക്കൾ ഉപ്പക്ക് ധൈര്യം കൊടുക്കുന്നു. ഇവിടെ ഇരുന്ന രക്ഷിതാക്കൾ ചിന്തിക്കണം, ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കൾ ചിന്തിക്കണം. നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? നമ്മുടെ കല്യാണം കണ്ടാൽ മനസ്സിലാവില്ലേ നമ്മൾ സ്വർഗത്തിൽ പോവാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന്? കേരളത്തിൽ കല്യാണ പന്തലിൽ ലാത്തി ചാർജ് നടന്ന ഏക ജില്ല അത് നമ്മുടെ ജില്ലയാണ്, അല്ലേ?
പടച്ചവൻ തന്ന അനുഗ്രഹം, റബ്ബ് തന്ന അനുഗ്രഹം, അത് സമൂഹത്തിന്റെ മുമ്പിൽ കാണിക്കുന്നതിന് തെറ്റില്ല. പണമുണ്ടായിട്ടും കീറിപ്പറിഞ്ഞ കുപ്പായവുമായി വന്ന ഒരു മനുഷ്യനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിനക്ക് പണമില്ലേ? ഉണ്ട്. എന്നിട്ട് എന്തേ നീ കാണിക്കാത്തത്? മാന്യമായി നടന്നുകൂടെ? മാന്യമായ ഡ്രസ്സ് വാങ്ങാം, മാന്യമായ വേഷമാകാം, ഞാൻ ഭംഗിയുള്ള ചെരുപ്പണിഞ്ഞുകൂടെ എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു ജമീലുൻ യുഹിബ്ബുൽ ജമാല. അള്ളാഹു ഭംഗിയുള്ളവനാണ്, അള്ളാഹു ഭംഗി ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഭംഗി നമുക്കാവാം, നല്ല വസ്ത്രമാകാം, നല്ല വേഷമാകാം. 10,000-3000 ആളുകളെ കത്ത് കൊടുത്ത് ഫോൺ കോൾ ചെയ്ത് വീട്ടിൽ പോയി കണ്ട് ക്ഷണിച്ചു വരുത്തി. എവിടേക്ക്? കണ്ണൂർ ജില്ലയിലെ ഒരു പൊട്ടൻ AC പന്തലിലേക്ക്. നമ്മുടെ നാട്ടിൽ എന്തിനാ AC പന്തല്? അവിടെ ഭജന ഇരിക്കാൻ പോവുക കല്യാണ വീട്ടില്, കാലാകാലം AC പന്തല് അല്ലേ? എന്നിട്ടോ ആളുകളൊക്കെ വിളിച്ചു വരുത്തി. ഒരു വാഹനത്തിന്റെ ചാവി ചോറിനുള്ളിലുണ്ട്, ബിരിയാണി കമഴ്ത്തി വെച്ചിരിക്കുന്നു, അതിനുള്ളിൽ ഒരു വാഹനത്തിന്റെ ചാവിയുണ്ട്. കിട്ടുന്നവർക്ക് ആ വാഹനം ഫ്രീ. എന്ത് സംഭവിച്ചു? ഇരിക്കാൻ പറഞ്ഞു, ഭക്ഷണം കഴിക്കാൻ. ആ തലക്ക് അങ്ങോട്ടിരിക്കാൻ പറഞ്ഞു, അവിടുന്ന് തുടങ്ങാൻ. ആരിയ്ക്കുന്നു? എവിടെയാണ് ഭാഗ്യമെന്നറിയില്ല അല്ലേ? ലോട്ടറിയാണിത്. ഒരു ചാവി ഏതോ ഭക്ഷണത്തിനുള്ളിലുണ്ട്. അതുകൊണ്ട് ലൈനായി നടന്നു പോകുന്നിടയിൽ ചോറിൽ മാന്തി നോക്കി. ഇരുന്ന സീറ്റിൽ നിന്ന് വേഗം ചോറ് മാന്തി നോക്കിയിട്ട് ചാവി കാണാതെ ആയപ്പോൾ അടുത്ത സീറ്റിലേക്ക് മാറിയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലായി, ബഹളമായി. 100ഓളം പോലീസുകാരെ വിളിച്ചു വരുത്തി, കത്ത് കൊടുത്ത് ഫോൺ ചെയ്ത് വീട്ടിൽ പോയി കണ്ട് വരുത്തിയ ആളുകളെ നല്ല ലാത്തി ചാർജ് ചെയ്ത് അടിച്ചോടിച്ചു. ഇത് ചെയ്തതൊരു ക്രിസ്ത്യാനിയല്ല, ഇത് ചെയ്തത് ഒരു ഹിന്ദുവല്ല, ഇത് ചെയ്തതൊരു മുസ്ലിമാണ്. അവനെ കുറിച്ച് എന്ത് പറയാൻ? കല്യാണ തലേ ദിവസം ഗാനമേള അരങ്ങേറുകയാണ്. ഈ സദസ്സിലിരിക്കുന്ന ആളുകളുടെ വീട്ടിൽ പോലും ചിലപ്പോൾ നടന്നിട്ടുണ്ടാവും ഗാനമേള. സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ കുടുംബം എത്രയോ പാവങ്ങൾ. ചില മനുഷ്യന്മാരുടെ വീട് കണ്ടാൽ പണമുണ്ടെങ്കിൽ നല്ല വീടുണ്ടാക്കാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുനിയാവിലെ മറ്റൊരു സൗഭാഗ്യം, 1 മർഅത്തുൻ സ്വാലിഹ, നല്ല ഒരു പെണ്ണ്. 2 മസ്കനുൻ സ്വാലിഹുൻ, നല്ല ഒരു വീട്, ദൂർത്തായ വീട് നല്ല. 5 പേരുണ്ടെങ്കിൽ 6 റൂം ഉണ്ടാക്കാം, 8 പേരുണ്ടെങ്കിൽ 9 റൂം ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിൽ 15 പേരുണ്ടെങ്കിൽ 16 റൂം ഉണ്ടാക്കാം. 1 ലില്ലൈഫ്, അതിഥിക്ക് വേണ്ടിയുള്ളതാണ്. 5 ആളേ ഉള്ളൂ വീട്ടില്. 6 റൂം ഉണ്ടാക്കാൻ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം തന്നിട്ടുണ്ട്. പക്ഷെ 7-മതും 8-മതും റൂം ഉണ്ടാക്കിയാൽ ലിശൈത്വാൻ, അതാർക്കാ? പിശാചിന് വേണ്ടിയുള്ളതാണ്. ഇവിടെ എത്ര ഉണ്ട്? ആകെ 2 ആള് അല്ലേ? വീടോ എത്ര റൂമാ? ചിലപ്പോൾ റൂം 2 ഉണ്ടാവുള്ളൂ, പക്ഷെ ഒരു 15 റൂം ഉണ്ടാക്കാനുള്ള സ്ഥലമുണ്ട്. ദൂർത്തല്ലേ? സ്വർഗം കിട്ടുമോ? ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ, നാട് ഭരിക്കുന്ന രാജാവിനെ കാണാൻ ദൂരദിക്കിൽ നിന്ന് 2 ആള് വന്നു. ഒന്ന് കാണണം, സംസാരിക്കണം, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം. അവിടെ നാട് ഭരിക്കുന്ന ഖലീഫയെ കണ്ടിട്ട് അത്യാവശ്യം നല്ല തിരക്കേടില്ലാത്ത സ്വഭാവമാണെങ്കിൽ മുസ്ലിം ആകാമെന്ന മനസ്സും വെച്ചിട്ടാ വരുന്നത്. ഒരു ഈത്തപ്പനയുടെ ചുവട്ടിൽ ഒരു മുണ്ട് മാത്രം എടുത്ത് തലയിൽ ഈ തലക്ക് കൈ കൊടുത്തുകൊണ്ട് ചെരിഞ്ഞ് കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു. യാത്രക്കാർ അവർ തട്ടി വിളിച്ചിട്ട് ചോദിച്ചു, ഏതോ ഒരാട്ടിടയൻ, ഏതോ മരുഭൂമിയിൽ ഒട്ടകത്തെ നോക്കുന്ന വ്യക്തിയാണെന്ന് വിചാരിച്ച് അയാളെ തട്ടി വിളിച്ചിട്ട് ചോദിച്ചു, ഇവിടെ നാട് ഭരിക്കുന്ന ഉമർ എന്ന് പറയുന്ന വ്യക്തിയുടെ കൊട്ടാരം എവിടെയാണെന്ന് കാണിച്ചു തരാമോ? വളരെ സൗമ്യമായി എഴുന്നേറ്റ് വരൂ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ടുപോയി. ഈത്തപ്പന ഓല കൊണ്ട് മറച്ചുണ്ടാക്കിയ, ഈത്തപ്പന ഓല കൊണ്ട് മേഞ്ഞുണ്ടാക്കിയ ഒരു കുടിലിലേക്ക് ഈ മനുഷ്യൻ കുനിഞ്ഞു കയറി. കൂടെയുള്ളവർ പറഞ്ഞു, പരിഹസിക്കരുത്, ഞങ്ങൾ വന്നത് നിങ്ങളുടെ ഈ വീട് കാണാനല്ല. നാട് ഭരിക്കുന്ന രാജാവിന്റെ കൊട്ടാരം എവിടെ? ഉമറിന്റെ കൊട്ടാരം എവിടെ? ഈത്തപ്പന ഓല കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ ഒരു പായ നിലത്തേക്ക് ഇട്ടിട്ട് പറഞ്ഞു, ഇരിക്കൂ, നിങ്ങൾ എവിടെ ഇരിക്കൂ, നിങ്ങൾ അന്വേഷിക്കുന്ന ഉമർ ഞാനാണ്, ഉമറിന്റെ കൊട്ടാരമാണിത്. ഇത് ഞങ്ങൾക്കൊന്നും ചോദിക്കാനില്ല, പഠിക്കാനില്ല, അന്വേഷിക്കാനില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഉടനെ മുസ്ലിം ആവുകയാണ്.
നമ്മളെ കണ്ടുകൊണ്ട് ആരെങ്കിലും വരുമോ സഹോദരങ്ങളെ ഇസ്ലാമിലേക്ക്? വരുമോ? അപ്പൊ അങ്ങനെ ഒരു എല്ലാ സൗകര്യവും ഉണ്ട്. മാർബിളുകളുണ്ട് അല്ലേ, നല്ല നല്ല ടൈൽസുകളുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്, കോൺക്രീറ്റ് സമുച്ചയങ്ങളുണ്ട്. എന്നിട്ടും നമ്മളൊരു ഈത്തപ്പന ഓല കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ വീട്ടിൽ ഇരിക്കണമെന്നാണോ ഈ പറഞ്ഞതിന്റെ അർത്ഥം? പക്ഷെ ഒന്നിലും അമിതവ്യയമാകരുത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കുകയാണ്. കുടുംബം സ്വർഗത്തിലേക്ക് പോവാൻ ആഗ്രഹിക്കുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും വിളിക്കും. 9 ഭാര്യമാരെയും വിളിച്ചു. 9 ഭാര്യമാർ നിൽക്കുമ്പോൾ സ്ത്രീകൾക്ക് അത് പറയണ്ട. 9 ഭാര്യമാരെയും ഒരുമിച്ച് വിളിച്ചു ഒരു വീട്ടിലേക്ക്. നമുക്ക് 9 ഭാര്യമാരുണ്ടാവാൻ പറ്റില്ല, ഹറാമാണ്. 9 ഭാര്യമാരെയും ഒരു വീട്ടിലേക്ക് വിളിച്ചു രാത്രി ഭക്ഷണത്തിന്. എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. എല്ലാ ദിവസവുമല്ല, ഇടയ്ക്കിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി എല്ലാവരുടെയും വീട്ടിലേക്ക് തിരിച്ചു പോവുക. ഒരു റൂമുകളാണ്, അറകളായിരുന്നു. ഹുജുറാത്ത്, പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരു അധ്യായം തന്നെയുണ്ട്. ഹുജുറാത്ത്, അറകൾ അല്ലേ? അറകളിലേക്ക് തിരിച്ചുപോയി. അതിൽ വയോവൃദ്ധയായ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയോവൃദ്ധയായ ഒരു ഭാര്യയും ആ കൂട്ടത്തിലുണ്ട്. ആ ഭാര്യ പറഞ്ഞു, പ്രവാചകരെ, ഇന്ന് എനിക്കുള്ള ദിവസമാണ്, നിങ്ങൾ എൻ്റെ വീട്ടിൽ കഴിയേണ്ട ദിവസമാണ്. പക്ഷേ നിങ്ങൾ എൻ്റെ കൂടെ കിടന്നതുകൊണ്ടോ നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നതുകൊണ്ടോ നിങ്ങളുമായി സല്ലപിക്കുവാനും നിങ്ങളുമായി ശാരീരിക ബന്ധം സ്ഥാപിക്കുവാനും സാധ്യമല്ലാത്തത്ര പ്രായം എനിക്കുണ്ട്. അതുകൊണ്ട് എൻ്റെ ദിവസം ഞാൻ ആയിഷയ്ക്ക് വേണ്ടി സമ്മാനിക്കുന്നു. എന്തൊരു മഹനീയമായ സ്വഭാവത്തിന്റെ ഉടമകൾ അല്ലേ? എന്ത് മഹനീയമായ സ്വഭാവത്തിന്റെ ഉടമകൾ. അവിടെയും ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഒരു കൂർത്ത വടി, സൂചി പോലത്തെ ഒരു വടി കയ്യിൽ വെച്ചു. എന്തിനാണിത്? നിലത്ത് വീണു പോകുന്ന വറ്റ് കൈ കൊണ്ടെടുത്താൽ വീണ്ടും മണൽത്തരികളാകും. അതുകൊണ്ട് കൂർത്ത വടി കൊണ്ട് മെല്ലെ കുത്തിയെടുത്ത് അത് ഗ്ലാസ്സിലിട്ട് കഴുകി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷിക്കുമായിരുന്നു. ഖദീറൂറിൽ താമസിക്കുന്നവരെ, തലശ്ശേരിയിലുള്ളവരെ, കൂത്തുപറമ്പിലുള്ളവരെ, കണ്ണൂർ ജില്ലയിലുള്ളവരെ, നമ്മുടെ വീട്ടിൽ ഒരു വറ്റ് വീണു പോയാൽ സൂചി കൊണ്ട് കുത്തിയെടുത്ത്, ഒരു വറ്റൊന്നും വേണ്ട, ഒരു പ്ലേറ്റ് വീണെടുക്കുവോ? ഒരു വറ്റല്ല, ഒരു പ്ലേറ്റ് ഭക്ഷണം നിലത്തേക്ക് വീണു പോയാൽ അത് തന്റെ കൈ കൊണ്ട് വാരിയെടുത്ത് ഭക്ഷിക്കാൻ തയ്യാറാകുമോ നമ്മളാണോ സ്വർഗത്തിലേക്ക് കുടുംബത്തോടെ? ഭക്ഷണം ദുർത്താക്കിയവരാണ് നമ്മൾ. കുലു വശ്റബു വലാ തുസ്രിഫു, നിങ്ങൾ തിന്നണം, കുടിക്കണം, പക്ഷേ നിങ്ങൾ ഇസ്രാഫ് ചെയ്യരുതെന്ന് ഖുർആൻ. നമ്മളെക്കുറിച്ച് ചിന്തിക്കാനായി പറയുന്നത്. എല്ലാ സ്ഥലത്തും നമ്മൾ ദൂർത്ത് കാണിച്ചവരാ. ഭക്ഷണത്തിന്റെ വിഷയത്തിൽ, വേഷത്തിന്റെ വിഷയത്തിൽ, അല്ലേ? ഇപ്പൊ എന്തൊരു മഹനീയമായ ഡ്രസ്സായിരിക്കും ഇരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ. കല്യാണത്തിന് ഇവരെ കണ്ടാൽ തിരിച്ചറിയില്ല. ഷോപ്പിങ്ങിന് പോകുമ്പോ അവരെ തിരിച്ചറിയില്ല. ലേണിംഗ് ക്ലാസ്സിൽ വരുന്ന പെണ്ണിനെ മറ്റൊരു സ്ഥലത്ത് വെച്ച് കണ്ടാൽ തിരിച്ചറിയില്ല. തിരിച്ചറിയണമെന്ന് നമുക്ക് യാതൊരു നിർബന്ധമില്ല. പക്ഷെ കണ്ടാൽ മനസ്സിലാവാത്ത വിധത്തിൽ മോശപ്പെട്ട ഡ്രസ്സ്. കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് പോവാൻ ആഗ്രഹിക്കുന്ന പെണ്ണ് മനസ്സിലാക്കിക്കോ, നരകത്തിൽ ഏറ്റവും കൂടുതൽ ആരാണ് നരകത്തിൽ ഏറ്റവും കൂടുതൽ? സ്ത്രീകളാണ്. നിങ്ങൾ ഉത്തരം പറയുന്നുണ്ട്, സ്ത്രീകളാണ്. എന്തേ കാരണം? എന്താ സ്ത്രീകൾ നരകത്തിൽ ഏറ്റവും കൂടുതലാകാൻ കാരണം? ഒന്ന്, അവർ നന്ദികേട് പെട്ടെന്ന് ചെയ്യും, പെട്ടെന്ന് ശപിക്കും, പെട്ടെന്ന് നന്ദികേട് ചെയ്യുക. ഞാൻ പറഞ്ഞതല്ല, ഹദീസിന്റെ ഗ്രന്ഥം എടുത്ത് മറിച്ച് നോക്കിയാൽ കാണാം. ഭർത്താക്കന്മാരോട് നന്ദികേട് കാണിക്കും. 10 വർഷമായി കുടുംബജീവിതം കഴിക്കുകയാണ്. 10 വർഷമായി നല്ല പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുത്തു ഭർത്താവ്, പുതിയ പർദ്ദ വാങ്ങിക്കൊടുത്തു, എല്ലാം പുതിയത് വാങ്ങിക്കൊടുത്തു. ഈ വർഷം ബിസിനസ് കുറച്ച് ഡള്ളാണ്, കച്ചവടം കുറച്ച് പ്രശ്നത്തിലാണ്, ക്രയവിക്രയങ്ങളും ഇടപാടുകളും കുറെ പ്രയാസത്തിലാണ്. അതുകൊണ്ട് അവളോടും മക്കളോടും പറഞ്ഞു, ഈ വർഷം നിങ്ങളാരും, പെരുന്നാൾ വരികയാണ്, എങ്ങനെയെങ്കിലൊക്കെ പെരുന്നാൾക്ക് ഒരു ഡ്രസ്സ് വാങ്ങണം. അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇവിടെ ഇല്ല. ഒരു കല്യാണം വന്നു കുടുംബത്തിൽ, ഈ പെരുന്നാൾക്ക് വാങ്ങിയ ഡ്രസ്സ് അവിടെ ഉണ്ട്, അതുകൊണ്ട് ക്ഷമിക്കണം. 1, ദൂർത്തായി പോവും. 2, പണം കുറച്ച് പ്രയാസത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രാവശ്യമൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞാൽ നന്ദി കെട്ട പെണ്ണ് പറയും,
അല്ലെങ്കിൽ നിങ്ങൾ എന്നാ വാങ്ങിത്തരാറ്? അല്ലെങ്കിൽ നിങ്ങൾ എന്നാ വാങ്ങിത്തരാറ്? ഇതൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ലേ, എൻ്റെ ആങ്ങളെ വാങ്ങി തന്നതല്ലേ, എൻ്റെ വാപ്പ വാങ്ങി തന്നതല്ലേ എന്ന് നന്ദി കെട്ട പെണ്ണ് പറയുമെന്ന് ഹദീസിന്റെ ഗ്രന്ഥത്തിൽ വിശദീകരണങ്ങൾ മറിച്ചു നോക്കുമ്പോൾ കാണും. പെട്ടെന്ന് ശപിക്കും. ചെറിയ വിഷയം മതി. ഒരു സ്ഥലത്തേക്ക് പോവാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോ പർദ്ദയിലൂടെ സാരിയിലൂടെ കുട്ടി ഒന്ന് മുത്രിച്ചു പോയാൽ കുട്ടിയെ വലിച്ചെറിയൊന്നുമില്ല. എന്നാലും അപ്പം എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോവും. നല്ല സ്നേഹമുണ്ട് കുട്ടിനോട്, എന്നാലും ഒന്ന് പറഞ്ഞു പോവും, എന്തെങ്കിലും ഒന്ന് പറയും. ആ സമയത്ത് കൈ തട്ടി കടുകും പാത്രം നിലത്തേക്ക് വീടും. കടുകും പാത്ര വീണത് നിലത്തേക്ക്. അപ്പൊ പറയും, അറിയാതെ പറഞ്ഞു പോകും, പണ്ടാറടക്കാൻ വീഴാൻ കണ്ട സമയം. കടുകും പാത്രം എന്ത് തെറ്റ് ചെയ്തു? ശാപവാക്ക് പെട്ടെന്ന് ഉരുവിടും. ആ കടുക് വാരി പാത്രത്തിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടി പോവല്ലേ എന്ന് ചോദിച്ച് പർദ്ദയിൽ പിടിച്ചു വലിച്ചാൽ കുരുത്തം കെട്ടവൻ അറിയാതെ പറഞ്ഞു പോകും. ശാപവാക്കുകൾ പെട്ടെന്ന് പെണ്ണ് പറയും. അതുകൊണ്ട് അവൾക്ക് നരകമുണ്ട്. പോരാ, അവൾ ഭർത്താവിന്റെ മുമ്പിൽ മാത്രം കാണിക്കേണ്ട, ഭർത്താവിന്റെ മുമ്പിൽ മാത്രം പ്രദർശിപ്പിക്കേണ്ട ഭംഗി നാട്ടുകാരിൽ പലർക്കും കാണിച്ചു കൊടുത്തു. അവിടെ ചൂടുവപ്പിക്കും നാളെ. നരകത്തിൽ പോകാൻ കാരണതാ, നെളിഞ്ഞിങ്ങനെ നടക്കുക ചില പെണ്ണുങ്ങൾ അങ്ങാടിയിലൂടെ. എല്ലാ സ്ഥലത്തും പെണ്ണാണ്. ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് കച്ചവടത്തിൽ പെണ്ണുങ്ങൾ വരിക എന്നത്. അത് പ്രകടമായി കഴിഞ്ഞു. ഇടപാടുകളിൽ, കച്ചവടങ്ങളിൽ, മാർക്കറ്റിൽ പെണ്ണായി മാറുക. ഒരു മുട്ടുസൂചി വിൽക്കണമെങ്കിൽ, ഒരു സോപ്പ് വിൽക്കണമെങ്കിൽ, ഒരു വീക്കിലി വിറ്റുപോകണമെങ്കിൽ, ഒരു മാസിക വിറ്റുപോകണമെങ്കിൽ, അല്ലെ, ഒരു സോപ്പ് ചെലവാകണമെങ്കിൽ ആ സോപ്പ് കൊണ്ട് ഒരു പെണ്ണ് കുളിച്ച് കാണിച്ചു കൊടുക്കേണ്ട ദുർഗതി. ഒരു മുട്ടുസൂചി വിൽക്കണമെങ്കിൽ ആ സൂചി കൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നത് ഒരു പെണ്ണായി മാറണമെന്ന ദുർഗതി. ഒരു വീക്കിലിയുടെ ചട്ട ഒരു പെണ്ണിന്റെ മുഖമായി മാറണമെന്ന ദുരവസ്ഥ ഇന്ന് ലോകത്ത് വന്നു കഴിഞ്ഞു. അല്ലേ? സ്വർഗത്തേക്ക് പോകണം നമുക്ക്. ഇവിടെ ഈ സദസ്സിൽ ആരെങ്കിലും സുഗന്ധം ഉപയോഗിച്ചവരുണ്ടോ? സ്ത്രീകൾ? സ്വർഗം കിട്ടൂല. അത്ര ഗൗരവ. വേശ്യയെപ്പോലെയാണ് ആ പെണ്ണ് എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സുഗന്ധം ഉപയോഗിക്കുന്ന പെണ്ണ്. ഭർത്താവ് നല്ല ഗൾഫിലായിരിക്കും, നല്ല ജോലിയുണ്ട്, നല്ല സാലറി ഒക്കെ ഉണ്ട്, അവിടുന്ന് ഇങ്ങനെ അയച്ചു കൊടുക്കുകയാണ്. ഇഷ്ടം പോലെ സുഗന്ധങ്ങൾ അങ്ങാടിയിലേക്ക് പോകുമ്പോൾ തേച്ച് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടമാണ്. പിന്നെ നമുക്ക് സുഗന്ധം ഉപയോഗിക്കാം. നമുക്ക് പൗഡർ ഉപയോഗിക്കാം. നമുക്ക് ഇത്തരത്തിലുള്ള സുഗന്ധ വസ്തുക്കൾ ഉപയോഗിക്കാം. ബെഡ്റൂമിൽ അവിടെ ഉപയോഗിക്കൂല. അവിടെ ചീഞ്ഞ മാക്സി. പുറത്തിറങ്ങി പോകുമ്പോൾ വളരെ സൗന്ദര്യവതി. ഭർത്താവ് പോലും നോക്കിപ്പോകുന്നു, ഇതിന്റെ ഭാര്യ തന്നെയാണോ? ഇത്ര സൗന്ദര്യത്തിൽ ഞാൻ അവളെ മുമ്പ് കണ്ടിട്ടില്ല. അണിഞ്ഞൊരുങ്ങി. പാവപ്പെട്ട സ്ഥലങ്ങളിൽ മാലയില്ലാത്തവർ അയൽവാസിയുടെ മാല കടം വാങ്ങുന്നു. ഇല്ലേ? വളയില്ലാത്ത പെണ്ണുങ്ങൾ അയൽവാസി പെണ്ണുങ്ങളുടെ വള കടം വാങ്ങുന്നു. 5 പവനും 4 പവനൊക്കെ മാല കഴുത്തിലിട്ട്, കടം വാങ്ങിയ മാലയും കഴുത്തിലിട്ട് ഉമ്മയും മോളൊക്കെ ബസ്സിൽ നിൽക്കുമ്പോ, ഞാനൊരു പ്രസംഗത്ത് പറഞ്ഞിട്ടുണ്ട്, നിൽക്കുമ്പോ തമിഴ്നാട്ടിൽ ഏതെങ്കിലും ഒരു പെണ്ണ് ബേക്കിൽ നിന്നാൽ, പിറകിൽ നിന്നാൽ, അണ്ണാച്ചി പെണ്ണ് എന്നൊക്കെ പറയും അല്ലേ, നിന്നാൽ ഉമ്മ പറയുന്ന മോളോട്, ശ്രദ്ധിക്കണേ, നമ്മളതാണെങ്കിൽ കുഴപ്പമില്ല. ഏത് മാല എന്തിനാ ഇത്ര പ്രയാസപ്പെട്ട് വാങ്ങാൻ പറഞ്ഞത്? ആര് പറഞ്ഞതാ? കടം വാങ്ങാൻ. മാല എന്തിനാ ഒരു പെണ്ണിട്ടത്? ഭർത്താവിന് കാണാൻ. മഫ്തയുടെ ഉള്ളിൽ കിടക്കുന്ന മാല കടം വാങ്ങി ആർക്ക് കാണാനാ നിങ്ങൾ കെട്ടുന്നത്? സ്വർണമാലയില്ലാത്തവർ ഗ്യാരണ്ടി വാങ്ങി കെട്ടുന്നു. ആർക്ക് കാണാൻ? ആർക്ക് കാണാനാണ്? കുടുംബം കുറേ മാറാണ്ട്. സ്വർഗത്തേക്ക് പോകണമെന്ന് നമുക്ക് താല്പര്യമുണ്ടോ? കുറേ മാറേണ്ടതുണ്ട്. ശിർക്കാദ്യം പോകണം. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഒറ്റ ഉദാഹരണം പറയാം. വീട്ടിലേക്ക് കൈനോട്ടക്കാർ ഇവിടെ ഉണ്ടോ? കൈനോട്ടക്കാർക്ക് കയറി വരും. ഭാവി പറയാം, പ്രസന്റും പറയും, ഫ്യൂച്ചറും പറയും, എല്ലാം പറയും. അവര് ആകെ 10 കൊടുത്താൽ മതി. എത്ര സുഖ, എല്ലാം പറയും. വീടിന്റെ ഗേറ്റിൽ നിന്ന് ചോദിക്കുന്നു, പട്ടിൻ്റെ അവിടെ. ആ പൊട്ടൻ അതും കൂടി അറിയില്ല. എന്നിട്ട് ഓനാ ഭാവി പറയാൻ വരുന്നത്. ഗേറ്റിൽ നിന്ന് ചോദിക്കുക, അങ്ങോട്ട് വരട്ടെ, അവന്നോ പട്ടി ഉണ്ടോ? ഓൻ പറയട്ടെ ഉണ്ടോ അല്ലേന്ന്. ചിന്തിച്ചൂടെ? ഒന്ന് ആലോചിച്ചൂടെ? നോക്കുന്ന ആളുകൾക്ക് ഈ വീട്ടിൽ പട്ടിയുണ്ടോ എന്ന് പോലും പറയാൻ പറ്റാത്തവരാണ് എൻ്റെ ഭാവി എന്താകുമെന്ന് പറയാൻ വരുന്നത്.
തമാശക്ക്, ചെറുപ്പക്കാരെ, തമാശക്ക് വെറുതെ കൈ നീട്ടിയാൽ 40 ദിവസത്തെ നിസ്കാരം പോയി. വെറുതെ കൈ നീട്ടിയാൽ 40 ദിവസത്തെ നിസ്കാരം പോയി. തമാശക്ക് വെറുതെ അങ്ങാടി കൂടി പോകുമ്പോൾ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ വെറുതെ നോക്കുക, വെറുതെ നീട്ടിയാൽ 40 ദിവസത്തെ നിസ്കാരം പോയി. കാര്യത്തിലാണെങ്കിലോ ഇസ്ലാമിൽ തന്നെ പുറത്തായി. ഒരു ജ്യോത്സ്യക്കാരനെയോ കൈനോട്ടക്കാരനെയോ ഒരാൾ സമീപിച്ചു. ഒരു കാര്യത്തെ പറ്റി അവൻ ചോദിച്ചാൽ മതി, 40 ദിവസത്തെ നിസ്കാരം പോയി. വിശ്വസിച്ചാലോ കഫറ, അവൻ കാഫിറായി. മാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഇറക്കപ്പെട്ട ഖുർആനിൽ അവൻ അവിശ്വസിച്ചു. അപ്പൊ എത്ര നിസ്കാരം പോയ ഒരു കൂട്ടത്തിൽ ഉണ്ടാവും? ഭർത്താവ് സിറ്റ് ഔട്ടിലുണ്ടെങ്കിൽ അടുക്കളയിൽ കൂടി വരാൻ പറയുന്ന പെണ്ണുങ്ങളുണ്ട്. കൈനോട്ടക്കാരനോട് ഇതിലേറെ അപ്പുറത്ത് കൂടി വന്നു, പോയില്ലേ നിസ്കാരം? നമസ്കാരം പോയി, നോമ്പ് പോയി, സക്കാത്ത് പോയി, എല്ലാം പോവും. അപ്പൊ കുടുംബത്തിൽ ശിർക്കുണ്ടോ എന്ന് പരിശോധിക്കണം. ചില ആളുകൾ പറയും ഇവനെ കൊണ്ട് കുടുങ്ങി. ആരെക്കൊണ്ട്? നല്ലൊരു ISM വീട്ടിലുണ്ട്, വാപ്പത്ര സ്ട്രോങ് ഇല്ല. വാപ്പൊരു അയൽമ കയറിയ കോയിൻ്റെ അടുക്ക, ഒരു ആടിക്കളി. ചില വീട്ടിൽ 2 മക്കളുണ്ട്, ഒരാൾ നല്ല സ്ട്രോങ് ആണ്, ഒരാൾ സ്ട്രോങ് ഇല്ല. 2 പെൺകുട്ടികളുണ്ട്, 2 പെൺകുട്ടികൾ, ഒരാൾ നല്ല സ്ട്രോങ് ആണ്, ഒരാളില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവും വീട്ടില്. അപ്പോ എളാപ്പയുടെ മക്കൾ, മൂത്താപ്പയുടെ മക്കൾ, വാപ്പയുടെ അനുജന്റെ ചേട്ടന്റെ, ഉമ്മയുടെ അനുജത്തിമാരുടെ ജ്യേഷ്ഠത്തിമാരുടെ മക്കൾ വീട്ടിലേക്ക് വിരുന്നു വന്നു. അവർക്ക് നല്ല ബിരിയാണി വെച്ചു കൊടുത്തു, നല്ല ഫുഡ് കൊടുത്തു, എല്ലാ വിഭവങ്ങളും അവർക്ക് ഒരുക്കി കൊടുത്തു, അവർ കിടക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു, റൂം ക്ലീൻ ചെയ്തു. ഒരു വൃത്തിയേടില്ല, എന്നാലും ഒന്ന് വെറുതെ തട്ടി, സുന്നത്താണ്. വിരിപ്പൊക്കെ ഒന്ന് തട്ടി റെഡിയാക്കുന്നത് സുന്നത്താണ്. ഒക്കെ റെഡിയാക്കി ആ മക്കളോട് ISM ചെന്ന് ചോദിക്കുന്നു, നിസ്കരിച്ചു ഞങ്ങള്? അപ്പൊ അമ്മ പറയാണ്, കൊല്ലത്തിലാകെ ഒരു ദിവസം വരുന്നവരോട് വെറുപ്പിക്കല്ലേ, കൊല്ലത്തിലാകെ ഒരു ദിവസേ വരുള്ളൂ, ഒന്ന് വെറുപ്പിക്കാതൊക്കെ. ഉമ്മ ശരിയായിട്ടില്ല, ഉമ്മ മുജാഹിദയായിട്ടില്ല, മുക്മിനയായിട്ടില്ല. പറയണ്ടേ? ഈ ISM അത് ചോദിക്കുന്നത് ഇവരോട് ദേഷ്യമുള്ളതുകൊണ്ടാ? അല്ല, പിന്നെ അവർക്ക് സ്വർഗം കിട്ടണം. വന്ന വിരുന്നുകാരുടെ കയ്യിൽ, ഒരാളുടെ കയ്യിൽ ഒരു ഏലസുണ്ട്. കുടുംബം സ്വർഗത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നവൻ നോക്കി നിൽക്കാൻ പറ്റുമോ? പറ്റൂല. വലിച്ചു പൊട്ടിക്കാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ പറയാം. ഒറ്റ സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കട്ടെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് പ്രിയപ്പെട്ടവരെ 10ഓളം വരുന്ന ഒരു സംഘം വന്നു. പൊതുപരിപാടികളിലൊക്കെ നമ്മളത് പറയാറുണ്ട്. 9 ആളുകൾക്ക് റസൂലുള്ള കൈ കൊടുത്തിട്ട് ബൈഅത്ത് ചെയ്തു. 9 ആളുകൾക്ക് കൈ കൊടുത്ത് ബൈഅത്ത് ചെയ്തു. ഒരാളെ ഉപേക്ഷിച്ചു. ആളുകൾ ചോദിച്ചു, ബൈഅത്ത തിസ്അ, താങ്കൾ പ്രവാചകരെ നിങ്ങൾ 9 ആളുകളുമായി ബൈഅത്ത് ചെയ്തു, വതറക്ത ഹദാ, ഇതാ ഈ കാണുന്ന മനുഷ്യനെ നിങ്ങൾ ഉപേക്ഷിച്ചു, എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ബൈഅത്തു തിസ്അ, 9 ആളുകളുമായി ഞാൻ ബൈഅത്ത് ചെയ്തു, വതറക്തു ഹദാ, ഇയാളെ ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ട്, അയാളുമായി ഞാൻ ഉടമ്പടിക്കില്ല, അയാളുമായി കൈപിടിച്ചുകൊണ്ടുള്ള കരാറിന് ഞാനില്ല. എന്താ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അലൈഹി തമീമ, അവന്റെ ശരീരത്തിൽ ഏലസുണ്ട്.